ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സഹകാരി റൈസ് പ്ലസിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ചില തോൽവികൾ സന്തോഷത്തോടെ ഉയരാനുള്ള മാർഗമാണ്. ആരുടെ വാക്കുകളാണെന്നറിയോ? വില്യം ഷേക്സ്പിയറുടെ വാക്കുകളാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ വീഴ്ചകൾ, ചെറിയ ചെറിയ തോൽവികൾ നമുക്ക് പലപ്പോഴും സംഭവിക്കാറുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ എല്ലാം തകർന്നു പോയി എന്ന് പരിതപിക്കേണ്ടതില്ല. വീണു പോകുന്നത് തെറ്റല്ല, പക്ഷേ ആ വീഴ്ചയിൽ നിന്ന് എഴുന്നേൽക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ അപരാധം എന്നാണ് പറയാറുള്ളത്. അതുകൊണ്ട് ചെറിയ വീഴ്ചകളോ ചെറിയ പ്രതിസന്ധികളോ ഉണ്ടാകുമ്പോൾ ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേൽക്കാനുള്ള ശക്തി സ്വയം സമാഹരിക്കണം. അങ്ങനെ എല്ലാ പ്രതിസന്ധികൾക്കും മുകളിലേക്ക് കടന്നു വന്ന് വിജയത്തിലേക്ക് നടന്നെടുക്കാൻ നിങ്ങൾ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഏറെ സ്നേഹത്തോടെ സഹകാരി റൈസ് പ്ലസിൻ്റെ ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക് നിങ്ങളേവരെയും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി ഞാൻ ക്ഷണിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാർലമെൻ്ററി ബില്ലുകളെക്കുറിച്ചാണ്. പാർലമെൻറ്റിനെ കുറിച്ച് നമ്മൾ 1-2 ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, ലോകസഭ, അതുപോലെ രാജ്യസഭ, പാർലമെൻറ്റിൻ്റെ ജനറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു 2 വീഡിയോ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചു. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞു അത് പൂർണ്ണമല്ല. പാർലമെൻറ്റിനുമായി ബന്ധപ്പെട്ട പാർലമെൻ്ററി ബില്ലുകളുണ്ട്, അതുപോലെ തന്നെ പാർലമെൻ്ററി കമ്മിറ്റികളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാമെന്ന് ഞാൻ അന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്, പാർലമെൻ്ററി ബില്ലുകളെക്കുറിച്ച്. ഇവിടെ ഇന്നത്തെ ക്ലാസ്സിൽ പാർലമെൻ്ററി ബില്ലുകൾ പഠിക്കുന്നതിനോടൊപ്പം നമ്മൾ ഒരു ജോയിൻറ്റ് സിറ്റിംഗ് എന്ന് പറയുന്ന സംയുക്ത സമ്മേളനത്തെക്കുറിച്ച് കൂടി ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. എന്നിട്ട് അടുത്തൊരു വീഡിയോ ക്ലാസ്സിൽ പാർലമെൻ്ററി കമ്മിറ്റികളെക്കുറിച്ച് നമ്മൾ പഠിക്കാം. ആ ക്ലാസ്സിൽ തന്നെ നമ്മൾ സ്പീക്കറെക്കുറിച്ചും ഡെപ്യൂട്ടി സ്പീക്കറെക്കുറിച്ച് കൂടി പഠിക്കണം. അപ്പോൾ എപ്പോഴേ പാർലമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഏരിയകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറയാൻ കഴിയുള്ളൂ. പാർലമെൻറ്റ് വിശാലമായിട്ടുള്ള ഒരു ഏരിയയാണ്, എത്ര പറഞ്ഞാലും തീരില്ല. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ എക്സാമിനേഷന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ടോപ്പിക്കുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് പാർലമെൻ്ററി ബിൽസാണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, എന്താണ് ഈ പാർലമെൻ്ററി ബില്ലെന്ന് പറഞ്ഞാൽ? നിങ്ങൾക്കറിയാം, നമ്മുടെ എങ്ങനെയാണ് ഒരു നിയമനിർമ്മാണം നടത്തുന്നത്? നമ്മുടെ രാജ്യത്ത്, ഇന്ത്യയിലൊരു നിയമനിർമ്മാണം നടത്തുന്നത് തീർച്ചയായിട്ടും ആ നിയമനിർമ്മാണം നടത്താൻ അധികാരപ്പെട്ട ഒരു ബോഡിയാണ് പാർലമെൻറ്റ്, ഇന്ത്യൻ പാർലമെൻറ്റ്, യൂണിയൻ ലെജിസ്ലേച്ചർ എന്നൊക്കെ നമ്മൾ പഠിച്ചത് അല്ലേ? അപ്പോൾ ആ ലെജിസ്ലേച്ചറിൽ, ആ യൂണിയൻ ലെജിസ്ലേച്ചറിൽ അഥവാ നമ്മുടെ ഇന്ത്യയിലെ പരമോന്നതമായ നിയമനിർമ്മാണ സഭയായ പാർലമെൻറ്റിൽ ഒരു ബില്ല് അവതരിപ്പിച്ചുകൊണ്ടാണ് നിയമനിർമ്മാണ പ്രക്രിയയുടെ തുടക്കം കുറിക്കുന്നത്. അപ്പോൾ എ ബില്ല് ഈസ് എ പ്രപ്പോസൽ ഫോർ ലെജിസ്ലേഷൻ. ഒരു നിയമം നിർമ്മിക്കുന്നതിൻ്റെ ഒരു പ്രപ്പോസലാണ്, ഒരു നിയമത്തിൻ്റെ ഒരു പ്രപ്പോസൽ അവതരിപ്പിക്കുകയാണ് ബില്ലെന്ന് പറയുന്നത്. കരട് നിയമം എന്നൊക്കെ നമ്മൾ പറയും, അല്ലെങ്കിൽ നിയമത്തിൻ്റെ ഒരു കരട് രൂപം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് മലയാളത്തിൽ. അപ്പോൾ നോക്കുക, ഇറ്റ് ബിക്കംസ് ആൻ ആക്ട് ഓർ ലോ വെൻ ഡ്യൂലി enacted and assented by the president. When a bill is duly enacted and assented by the president, such bill become an act. അതല്ലേ സാധാരണ ഒരു നിയമം നിർമ്മിക്കുന്നത്, അങ്ങനെയല്ലേ? അപ്പോൾ ഒരു പ്രപ്പോസൽ ആദ്യം അവതരിപ്പിക്കുന്നു. A bill in the parliament is a proposal for legislation. It becomes an act or law when it is duly enacted by the parliament and assented by the president. പാർലമെൻറ്റിൻ്റെ 2 സഭകളും ആ പ്രപ്പോസൽ പാസ്സാക്കി അതൊരു നിയമമായി മാറുന്നതിന് മുമ്പ് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിച്ച് രാഷ്ട്രപതിയുടെ അംഗീകാരവും കൂടി നേടുമ്പോഴാണ് ആ പ്രപ്പോസൽ എന്തായി മാറുന്നത്? ഒരു നിയമമായി മാറുന്നത്. ദി ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ ഈസ് ഐഡൻറ്റിക്കൽ ഇൻ ബോത്ത് ദി ഹൗസ് ഓഫ് പാർലമെൻറ്റ്. ഇവിടെ നമ്മൾ അറിയാം, നമ്മുടെ ഒരു ബൈക്യാമറലിസമാണ് നമുക്കുള്ളത് അല്ലേ? 2 ഹൗസസ് ഉണ്ട്. അപ്പർ ഹൗസായ അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന രാജ്യസഭ, ലോവർ ഹൗസായ ഹൗസ് ഓഫ് പീപ്പിൾ എന്നൊക്കെ വിളിക്കുന്ന ലോക്സഭ. ഇങ്ങനെ 2 സഭകളും, അപ്പർ ഹൗസ് രാജ്യസഭയും ലോവർ ഹൗസ് ലോക്സഭയാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 സഭകളിലൂടെയും ഈ ബില്ല് കടന്നു പോകണം.
പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന ബില്ല് 2 സഭകളിലൂടെ കടന്നു പോകുന്ന നടപടിക്രമങ്ങൾ ഏതാണ്ടൊക്കെ ഒന്നുപോലെ തന്നെയാണ്. ഇപ്പോൾ ആദ്യം ഒരു ഇനിഷ്യേറ്റിംഗ് സ്റ്റേജ് എന്ന് പറയും, ആദ്യം ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേജിൽ ശരിക്കും പറഞ്ഞാൽ ആ ഹൗസിൽ എന്തൊക്കെ കാര്യങ്ങൾ ആ ബില്ലുമായി നടക്കുമോ, പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണോ അത് തന്നെയാണ് അടുത്ത സഭയിലേക്ക് ആ ബില്ല് വരുമ്പോഴും അവിടെ നടക്കുന്നത്. ദി ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ ഈസ് ഐഡൻറ്റിക്കൽ ഇൻ ബോത്ത് ദി ഹൗസ് ഓഫ് പാർലമെൻറ്റ്. നമുക്ക് വിശദീകരിക്കാം. നോക്കൂ, എവറി ബിൽ ഹാസ് ടു പാസ് ത്രൂ ദി സെയിം സ്റ്റേജസ് ഇൻ ഈച്ച് ഹൗസസ്. അതാണ് ഞാൻ പറഞ്ഞത്. ഓരോ ഹൗസിലും പല ഘട്ടങ്ങളിലൂടെയാണ് ബില്ല് കടന്നു പോകുന്നത്. ഇപ്പം ലോക്സഭയിലാണ് ഒരു ബില്ല് അവതരിപ്പിക്കുന്നു എങ്കിൽ ലോക്സഭയിൽ വിവിധ പ്രൊസീജിയറിലൂടെ ആ ബില്ല് കടന്നു പോകുന്നു. എന്നിട്ട് രാജ്യസഭയിലേക്ക് ആ ബില്ല് വരുന്നു. രാജ്യസഭയിലും ഈ ലോകസഭയിൽ നടന്ന നടപടിക്രമങ്ങളെല്ലാം അവിടെയും നടക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണ് ബില്ല് പാസ്സാക്കുന്നത്. നോക്കൂ, ദി ബിൽ ഇൻട്രൊഡ്യൂസ് ഇൻ പാർലമെന്റ് ആർ ഓഫ് 2 kinds. ആദ്യം അത് ഓർക്കണം. ബോർഡിലി ദി ബിൽ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ 2 categories. പാർലമെന്ററി ബില്ലിനെ പ്രധാനമായിട്ട് നമുക്ക് 2ആയിട്ട് ആദ്യം തരംതിരിക്കാം. ബോർഡിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെന്ററി ബില്ലിന് ശരിക്കും ബിൽ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദി പാർലമെന്റ് ആർ ഓഫ് 2 kinds മെയിനായിട്ട്. ഇനി പലതരത്തിലുള്ള ബില്ലുകൾ വേറെ വരും, എങ്കിലും പ്രധാനമായിട്ട് പാർലമെന്റിൽ വരുന്ന ബില്ലിനെ 2 കാറ്റഗറിയായി തിരിക്കുകയാണ്. ഇനി അതിൽ വരുന്ന ബില്ലുകൾ വേറെ നമ്മൾ പഠിക്കും. നോക്കൂ, പ്രധാനമായിട്ട് 2 കാറ്റഗറിയായി തിരിക്കാം. പബ്ലിക് ബിൽസ് ആൻഡ് പ്രൈവറ്റ് ബിൽസ്, അല്ലെങ്കിൽ ഗവൺമെൻറ് ബിൽസ് ആൻഡ് പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ. അപ്പോൾ എന്താ, പബ്ലിക് ബിൽസ് എന്ന് പറയുന്നതാണ് ഗവൺമെൻറ് ബിൽസ്, പ്രൈവറ്റ് ബിൽസ് എന്ന് പറയുന്നതാണ് പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ. അതാണ് ഇവിടെ പറയുന്നത്. ബിൽ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ പാർലമെന്റ്, ബിൽസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദി പാർലമെന്റ് ആർ ഓഫ് 2 kinds, പബ്ലിക് ബിൽസ് ആൻഡ് പ്രൈവറ്റ് ബിൽസ്. ദാറ്റ് ഈസ് ഗവൺമെൻറ് ബിൽസ് ആൻഡ് പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ റെസ്പെക്റ്റീവ്ലി. അതായത് പബ്ലിക് ബില്ലിനെ ഗവൺമെൻറ് ബില്ലെന്നും പ്രൈവറ്റ് ബില്ലിനെ പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ലെന്നും വിളിക്കപ്പെടുന്നു. നമുക്കതിൻ്റെ ഒരു കമ്പാരിസൺ അതിലൂടെ ക്ലിയർ ആക്കാം. എന്താണ് പ്രൈവറ്റ് ബില്ല്, എന്താണ് പബ്ലിക് ബില്ല് എന്ന് ഒരു ചാർട്ടിലൂടെ നമുക്ക് പഠിക്കാം. നോക്കൂ, പബ്ലിക് ബിൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദി പാർലമെന്റ് ബൈ ദി മിനിസ്റ്റർ, ബൈ എ മിനിസ്റ്റർ. ഒരു മന്ത്രി അവതരിപ്പിക്കുന്ന ബില്ലാണ് പബ്ലിക് ബില്ല്. അപ്പം പബ്ലിക് ബിൽ മസ്റ്റ് ബി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ എ മിനിസ്റ്റർ. നമ്മുടെ ക്യാബിനറ്റിൽ ഉൾപ്പെട്ട ഒരു മെമ്പർ, അതായത് ഏതെങ്കിലും ഒരു മന്ത്രി അവതരിപ്പിക്കുന്ന ബില്ലിൻ്റെ പേരാണ് പബ്ലിക് ബില്ല്. പബ്ലിക് ബില്ല് ആർക്കേ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ, അപ്പോൾ ഒരു മന്ത്രിക്ക്. എന്നാൽ നോക്കൂ, പ്രൈവറ്റ് ബിൽ ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ എനി മെമ്പർ ഓഫ് പാർലമെന്റ് അതർ ദാൻ മിനിസ്റ്റർ. മിനിസ്റ്റർ അവതരിപ്പിക്കുന്ന ബില്ലിനെ ഒരിക്കലും പ്രൈവറ്റ് ബില്ലെന്ന് പറയാറില്ല. മിനിസ്റ്റർ അല്ലാത്ത ഏതൊരംഗവും അവതരിപ്പിക്കുന്ന ബില്ലിനെ നമ്മൾ പ്രൈവറ്റ് ബില്ലിൻ്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു. അപ്പം പബ്ലിക് ബില്ലെന്ന് പറഞ്ഞാൽ എന്താണ്? എ ബിൽ, പബ്ലിക് ബില്ല് ആർക്കേ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുള്ളൂ? പബ്ലിക് ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് by a minister only, only a minister can introduce the public bill, but private bill is introduced by any member of parliament other than മിനിസ്റ്റർ. ഒരു മിനിസ്റ്റർ അല്ലാതെ ഏതൊരു MP അവതരിപ്പിക്കുന്ന ബില്ലുമാണ് പ്രൈവറ്റ് ബില്ലിൻ്റെ കാറ്റഗറിയിൽ വരുന്നത്. നോക്കൂ അടുത്തത്, ഇറ്റ് റിഫ്ലക്ട്സ് ഓഫ് പോളിസീസ് ഓഫ് ദി ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിരിക്കുന്ന ഒരു മന്ത്രി അവതരിപ്പിക്കുന്ന ബില്ല് സ്വാഭാവികമായും ഗവൺമെൻറ് പോളിസി റിഫ്ലക്റ്റ് ചെയ്യുന്ന ബില്ലായിരിക്കും സ്വാഭാവികമായിട്ട്, അല്ലേ? അപ്പം ദി പബ്ലിക് ബിൽ റിഫ്ലക്ട്സ് ദി പോളിസീസ് ഓഫ് ദി ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ വ്യക്തമാക്കുന്ന ബില്ലായിരിക്കും പബ്ലിക് ബിൽ എന്ന് പറയുന്നത്. എന്നാൽ പ്രൈവറ്റ് ബിൽ റിഫ്ലക്ട്സ് ദി സ്റ്റാൻഡ്സ് ഓഫ് ഓപ്പോസിഷൻ പാർട്ടി ഓൺ പബ്ലിക് മാറ്റേഴ്സ്. ഒരു പൊതുവിഷയത്തിൽ പ്രതിപക്ഷങ്ങളുടെ എന്താ പറയുന്നത്, അവരുടെ സ്റ്റാൻഡ് എന്താണ്, അവരുടെ കാഴ്ചപ്പാട് എന്താണ്, അവരുടെ നിലപാടെന്താണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓപ്പോസിഷൻ ഭാഗത്ത് നിന്നാണ് പ്രൈവറ്റ് ബില്ല് കൂടുതൽ വരുന്നത്. നിങ്ങൾക്കറിയാം, പ്രൈവറ്റ് ബില്ല് അവതരിപ്പിക്കുമ്പോൾ അതിലെന്താ റിഫ്ലക്റ്റ് ചെയ്യുന്നത് വെച്ചാൽ സ്റ്റാൻഡ് ഓഫ് ഓപ്പോസിഷൻ ഓൺ പബ്ലിക് മാറ്റേഴ്സ്. ഒരു പൊതുവിഷയത്തിൽ പ്രതിപക്ഷത്തിൻ്റെ നിലപാടെന്തെന്ന് വ്യക്തമാക്കുന്ന ബില്ലാണ് പ്രൈവറ്റ് ബിൽ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി നോക്കൂ, പബ്ലിക് ബിൽ ഹാസ് ഗ്രേറ്റർ ചാൻസ് ടു ബി അപ്രൂവ്ഡ്. പബ്ലിക് ബിൽ ഹാസ് ഗ്രേറ്റർ ചാൻസ് ടു ബി അപ്രൂവ്ഡ് ബൈ ദി പാർലമെൻറ്റ്. എന്തുകൊണ്ട്? പാർലമെൻറ്റിൽ
പാസ്സാക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ബില്ല്, പാസ്സാകാൻ കൂടുതൽ സാധ്യതയുള്ള ബില്ല് പബ്ലിക് ബില്ലാണ്. എന്തുകൊണ്ട്? അതൊരു മന്ത്രിയാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ റൂളിംഗ് പാർട്ടിയുടെ അംഗമാണ് അവതരിപ്പിക്കുന്നത്. റൂളിംഗ് പാർട്ടിക്കായിരിക്കുമല്ലോ ആ പാർലമെൻറ്റിൽ ഭൂരിപക്ഷമുള്ളത്. അപ്പോൾ ആ ബില്ല് പാസ്സാകാൻ വളരെ എളുപ്പമാണ്. കാരണം അവർക്ക് മെജോറിറ്റി ഉണ്ട്. അപ്പോൾ ആ പബ്ലിക് ബില്ല് പാസ്സാകാൻ വളരെ എളുപ്പമാണ്. എന്നാൽ ഇറ്റ് ഹാസ് ലെസർ ചാൻസ് ടു ബി അപ്രൂവ്ഡ് ബൈ പാർലമെൻറ്റ്. ഏത്? പ്രൈവറ്റ് ബില്ല് പാസ്സാകാൻ സാധ്യത വളരെ കുറവാണ്. കാരണം അവർ മൈനോറിറ്റിയാണ്, ഓപ്പോസിഷൻ മൈനോറിറ്റിയാണ്. അപ്പോൾ ആ ബില്ലിനെ എതിർത്തുകൊണ്ടായിരിക്കും റൂളിംഗ് പാർട്ടിയിലുള്ള എം പിമാർ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് പാസ്സാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി നോക്കൂ അടുത്ത പോയിന്റ്. ഇറ്റ്സ് റിജക്ഷൻ ബൈ ഹൗസ് മേ ലീഡ് ടു ഇറ്റ്സ് റിജക്ഷൻ ബൈ ദി ഹൗസസ് മേ ലീഡ് റെസിഗ്നേഷൻ ഓഫ് ഗവൺമെൻറ്. ഒരു പബ്ലിക് ബില്ല് അവതരിപ്പിച്ച് ആ ബില്ല് പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാൽ, അത് പാർലമെൻറ്റ് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ റെസിഗ്നേഷനിലേക്ക് അത് വഴിതെളിച്ചെന്ന് വരാം. അപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ രാജിയിലേക്ക് തന്നെ വഴിതെളിക്കാം ഒരു പബ്ലിക് ബില്ലിൻ്റെ റിജക്ഷൻ. പാർലമെൻറ്റ് അത് റിജക്റ്റ് ചെയ്തു, അംഗീകരിച്ചില്ല എങ്കിൽ. എന്നാൽ ഇപ്പുറത്താണെങ്കിലോ, പ്രൈവറ്റ് ബില്ലിൻ്റെ കാര്യത്തിലാണോ, ഇറ്റ്സ് റിജക്ഷൻ ഹാസ് നോ ഇംപ്ലിക്കേഷൻ ഇൻ ദി കോൺഫിഡൻസ് ഓഫ് ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ കോൺഫിഡൻസ്, ഗവൺമെൻറ്റിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയി എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. ഏത് ബില്ല്? നമ്മുടെ പ്രൈവറ്റ് ബില്ല്. കാരണം എപ്പോഴും ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾക്ക് വിരുദ്ധമായിട്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ ബില്ല് ഒരിക്കലും അത് പാസ്സായാലും ഇല്ലെങ്കിലും ഒന്നും ഗവൺമെൻറ്റിൻ്റെ കോൺഫിഡൻസിനെ ബാധിക്കുന്നില്ല. എന്നാൽ റിജക്ഷൻ ഓഫ് പബ്ലിക് ബിൽ ബൈ ഹൗസസ് ഓഫ് ദി പാർലമെൻറ്റ് മേ ലീഡ് ദി റെസിഗ്നേഷൻ ഓഫ് ദി ഗവൺമെൻറ്. ഓർമ്മിച്ചോളുക. അടുത്ത് നോക്കൂ. ഇറ്റ്സ് ഇൻട്രൊഡക്ഷൻ ഇൻ ദി ഹൗസ് റിക്വയർ 7 days നോട്ടീസ്. ഒരു പബ്ലിക് ബില്ല് അവതരിപ്പിക്കണമെങ്കിൽ 7 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകിക്കൊണ്ടേ പബ്ലിക് ബില്ല് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. എന്നാൽ പ്രൈവറ്റ് ബിൽ, ഇറ്റ്സ് ഇൻട്രൊഡക്ഷൻ ഓഫ് പ്രൈവറ്റ് ബിൽ റിക്വയർ 1 month നോട്ടീസ്. 1 മാസത്തെ നോട്ടീസ് നൽകിക്കൊണ്ട് മാത്രമേ പ്രൈവറ്റ് ബില്ല് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. പബ്ലിക് ബില്ല് 7 ദിവസത്തെ നോട്ടീസ് നൽകിക്കൊണ്ട് അവതരിപ്പിക്കാം. പ്രൈവറ്റ് ബില്ല് 1 മാസത്തെ നോട്ടീസ് നൽകിക്കൊണ്ട് മാത്രമേ അവതരിപ്പിക്കാൻ കഴിയുള്ളൂ. അടുത്ത് നോക്കൂ. ഇറ്റ് ഈസ് ഡ്രാഫ്റ്റഡ് ബൈ കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ലോ ഡിപ്പാർട്ട്മെൻറ്റ്. ഒരു മന്ത്രി ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവനാണോ ആ മന്ത്രി ആ ബില്ല് തയ്യാറാക്കുമ്പോൾ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ബില്ല് തയ്യാറാക്കുമ്പം നമ്മുടെ ലോ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കൺസൾട്ട് ചെയ്തുകൊണ്ട് മാത്രമേ ആ ബില്ല് തയ്യാറാക്കാൻ പാടുള്ളൂ. അങ്ങനെയാണ് ഡ്രാഫ്റ്റ്. അപ്പോൾ ഈ പബ്ലിക് ബില്ല് ഈസ് ഡ്രാഫ്റ്റഡ് ബൈ കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റ്. ബന്ധപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് അത് തയ്യാറാക്കുന്നത്. ഇപ്പോൾ നമുക്ക് പറയാലോ, ഇപ്പോൾ ഏതെങ്കിലും ആഭ്യന്തര വകുപ്പ്, ആഭ്യന്തരമന്ത്രിയാണൊരു ബില്ല് അവതരിപ്പിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ആ ബില്ല് തയ്യാറാക്കിയിട്ട് ആ ലോ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കൺസൾട്ട് ചെയ്ത് മാത്രമേ അതിനൊരു ഫൈനൽ രൂപം നൽകാൻ കഴിയുകയുള്ളൂ, അത് അവതരിപ്പിക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കൂ. ഇറ്റ്സ് ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ബിൽ. നോക്കൂ, ഇറ്റ്സ് ഡ്രാഫ്റ്റിംഗ് ഈസ് ദി റെസ്പോൺസിബിലിറ്റി ഓഫ് ദി മെമ്പർ കൺസേൺഡ്. അവിടെ ലോ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും മറ്റു വിദഗ്ധരുമായിട്ടൊന്നും കൺസൾട്ട് ചെയ്യേണ്ടതില്ല. അവിടെ പൂർണ്ണമായിട്ടും റെസ്പോൺസിബിലിറ്റി ഓഫ് ദി മെമ്പർ കൺസേൺഡ്. അതുമായി ആ ബില്ല് അവതരിപ്പിക്കുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടാണ്, ആ വ്യക്തിക്കുള്ള ഉത്തരവാദിത്വമാണ്. അവിടെ പറയുന്ന കാര്യങ്ങൾക്ക്, ആ ബില്ലിലൂടെ അവതരിപ്പിക്കുന്ന വിഷയങ്ങളിലെല്ലാം ഉത്തരവാദിത്വം ആ അവതരിപ്പിക്കുന്ന മെമ്പറിന് മാത്രമായിരിക്കും. അപ്പം നല്ല പോയിന്റുകളാണ്. ഏത് വേണോ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലോ OMR രീതിയിലോ ചോദിക്കാം, തീർന്നില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, അത് നിങ്ങൾ ഓർത്തു വെച്ചുകൊള്ളുക. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? ശരിക്ക് നമ്മുടെ പബ്ലിക് ബില്ലും പ്രൈവറ്റ് ബില്ലും തമ്മിലുള്ള വ്യത്യാസം. പാർലമെൻ്ററി ബില്ലെന്ന് പറയുന്നത് 2 തരത്തിലുള്ള കാറ്റഗറിയിൽ നമ്മൾ പ്രധാനമായിട്ട് തരംതിരിക്കുക. പ്രധാനപ്പെട്ട പാർലമെൻ്ററി ബില്ലുകൾ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. എങ്കിലും പൊതുവെ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന ബില്ലുകൾ 2 കാറ്റഗറിയിലാണ്, പബ്ലിക് ബില്ലും പ്രൈവറ്റ് ബില്ലും. അവിടെ നിങ്ങൾ ഓർമ്മിക്കേണ്ട 1-2 കാര്യങ്ങൾ മാത്രം. ഒരു മന്ത്രിയാണ് പബ്ലിക് ബില്ല് അവതരിപ്പിക്കുന്നത്. ഏത്
പാർലമെൻറ്റ് അംഗത്തിന് മന്ത്രിക്ക് പറ്റൂല, മന്ത്രിയല്ലാത്ത ഏതൊരു പാർലമെൻറ്റ് അംഗത്തിനും അവതരിപ്പിക്കാവുന്ന ബില്ലാണ് പ്രൈവറ്റ് ബില്ല്. അതുപോലെ തന്നെ മന്ത്രി അവതരിപ്പിക്കുന്ന ബില്ലാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഗവൺമെൻറ്റിൻ്റെ പോളിസീസാണ് അവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. എന്നാൽ പ്രതിപക്ഷത്തിൻ്റെ നിലപാടാണ് ആ പ്രൈവറ്റ് ബില്ലിലൂടെ വ്യക്തമാക്കുന്നത്. ഇനി പബ്ലിക് ബില്ല് നമ്മൾ പറഞ്ഞു, ഇറ്റ് ഹാസ് ഗ്രേറ്റർ ചാൻസ് ടു ബി അപ്രൂവ്ഡ് ബൈ ദി പാർലമെൻറ്റ്. കാരണം ദേ ഹവ് മെജോറിറ്റി, അവർക്ക് മെജോറിറ്റി ഉണ്ട്, അത് പാസ്സാകാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഇൻ ദി കേസ് ഓഫ് പ്രൈവറ്റ് ബില്ല് ഇറ്റ് ഹാസ് ലെസർ ചാൻസ് ടു ബി അപ്രൂവ്ഡ് ബൈ ദി പാർലമെൻറ്റ്. കാരണം ഒരു മൈനോറിറ്റിയാണ്, അത് എളുപ്പം പാസ്സാക്കാൻ കഴിയില്ല. പിന്നെ റിജക്ഷൻ ഓഫ് പബ്ലിക് ബിൽ മേ ലീഡ് ടു റെസിഗ്നേഷൻ ഓഫ് ദി ഗവൺമെൻറ്. പബ്ലിക് ബില്ല് സർക്കാരിൻ്റെ ഭാഗത്ത് എന്നുള്ളൊരു കക്ഷിയാണ് അവതരിപ്പിക്കുന്നത്, സർക്കാരിൻ്റെ പോളിസി പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ രാജിവെക്കേണ്ടതായിട്ട് വന്നെന്ന് വരാം. എന്നാൽ പ്രൈവറ്റ് ബില്ലിൻ്റെ റിജക്ഷൻ, പ്രൈവറ്റ് ബിൽ അംഗീകരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ആരെയും ബാധിക്കുന്നില്ല, സർക്കാരിൻ്റെ കോൺഫിഡൻസിനെ ബാധിക്കുന്നില്ല എന്ന് ഓർത്തുകൊള്ളുക. ഇനി ഇത് അവതരിപ്പിക്കുന്നതിന് എത്ര ദിവസത്തെ നോട്ടീസാണ് പബ്ലിക് ബില്ലിന് ആവശ്യമായി വരുന്നതെന്ന് വെച്ചാൽ 7 days നോട്ടീസ്, പ്രൈവറ്റ് ബില്ലാണെങ്കിൽ 30 ദിവസം മുമ്പുള്ള നോട്ടീസ് ആവശ്യമാണ്. ഇനി എങ്ങനെയാണ് പബ്ലിക് ബില്ല് ഡ്രാഫ്റ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ക്യാൻ ബി ഡ്രാഫ്റ്റഡ് ബൈ കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റ് വിത്ത് ദി കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ഇൻ കൺസൾട്ടേഷൻ വിത്ത് ലോ ഡിപ്പാർട്ട്മെൻറ്റ്. ഇവിടെ ആണെങ്കിലോ, എന്നാൽ പ്രൈവറ്റ് ബില്ല് ഡ്രാഫ്റ്റിംഗ് എ പ്രൈവറ്റ് ബില്ല് ഈസ് ദി റെസ്പോൺസിബിലിറ്റി ഓഫ് ദി മെമ്പർ കൺസേൺഡ്. ആ തയ്യാറാക്കുന്ന ആ ബന്ധപ്പെട്ട മെമ്പറിനാണ് അതുമായിട്ടുള്ള ഉത്തരവാദിത്വമുള്ളത്. ജസ്റ്റ് ഒരു 5-6 പോയിൻ്റ് നിങ്ങളിങ്ങനെ ഒരു കമ്പയർ ചെയ്ത് പഠിച്ചു വെച്ചിരുന്നാൽ ബൈഹാർട്ടാക്കും, അത് നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. പിന്നെ കാരണം അതിനകത്ത് ഏത് പോയിൻ്റ് വേണോ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലൊക്കെ വരാം, അത് ശ്രദ്ധിച്ച് ഒന്ന് മനസ്സിലാക്കുക. ഇനിയാണ് യഥാർത്ഥത്തിൽ പാർലമെൻ്ററി ബില്ലിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. മറ്റത് മെയിനായിട്ട് പറയുന്നതാണ്. ഇനി നോക്കൂ, പബ്ലിക്കിലും പ്രൈവറ്റിലും ഒക്കെ ഇനി പബ്ലിക്കിൽ വരുന്ന പ്രധാനപ്പെട്ട ബില്ലുകളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ശരിക്ക് പാർലമെൻ്ററി ബിൽ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 4 കാറ്റഗറീസ്. ഇനി നമ്മൾ പ്രധാനമായിട്ട് എല്ലാ പാർലമെൻ്ററി ബില്ലുകളും കൂടി പരിഗണിച്ചു കഴിഞ്ഞാൽ 4 തരം പാർലമെൻ്ററി ബില്ലുകളാണ് ഉള്ളത്. ഓർഡിനറി ബില്ല്, സാധാരണ ബില്ല്, മണി ബില്ല്, ഫിനാൻഷ്യൽ ബില്ല് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ല്. സാധാരണ ബില്ല്, ഓർഡിനറി ബില്ല്, മണി ബില്ല്, ധനബില്ലെന്ന് പറയും. പക്ഷേ ഫിനാൻഷ്യൽ ബില്ലും മണി ബില്ലും കൺഫ്യൂസ്ഡ് ആകരുത്. മണി ബില്ല് നമ്മളത് വ്യത്യാസം എന്താണെന്ന് പറയാം. ഇപ്പോൾ ആ പേരുകൾ മാത്രം പഠിക്കുക. 4 തരത്തിലുള്ള പ്രധാനപ്പെട്ട പാർലമെൻ്ററി ബില്ലുകളാണുള്ളത്. ഓർഡിനറി ബില്ല്, മണി ബില്ല്, ഫിനാൻഷ്യൽ ബില്ല് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ബില്ല്. നമുക്ക് ഓരോന്നായിട്ട് തന്നെ പഠിക്കാം. ആദ്യം നമുക്ക് എന്ത് ബില്ലിനെ കുറിച്ച് പഠിക്കാം? ഓർഡിനറി ബില്ലിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓർഡിനറി ബില്ല് ഒന്ന് ശ്രദ്ധിക്കൂ. ഓർഡിനറി ബില്ല്, all bills other than money bill, financial bills and constitutional amendment bills are ordinary bills. ഇതാണ് ഓർഡിനറി ബില്ല് എന്ന് പറഞ്ഞാൽ 4 തരം ബില്ലുകളുണ്ടെന്ന് പറഞ്ഞല്ലോ. മറ്റ് 3 ബില്ലുകളും അല്ലാത്ത ബില്ലുകൾ, അത് നല്ല ഡെഫിനിഷനാണ് അല്ലേ. ഓൾ ബിൽസ് അതർ ദാൻ മണി ബിൽ, ഫിനാൻഷ്യൽ ബിൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ബിൽ ആർ കോൾഡ് ഓർഡിനറി ബില്ല്. മണി ബില്ലോ ഫിനാൻഷ്യൽ ബില്ലോ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ബില്ലോ അല്ലാത്ത മറ്റേത് തരം ബില്ലിനെയും നമ്മൾ ഓർഡിനറി ബില്ലെന്ന് വിളിക്കാം, സാധാരണ ബില്ല്. ശ്രദ്ധിക്കണേ, ദേ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ എയ്തർ ഹൗസ് ഓഫ് പാർലമെൻറ്റ്. ആദ്യം അത് ഓർക്കുക, ഇത് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഓർഡിനറി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ വിച്ച് ഹൗസ് ഓഫ് പാർലമെൻറ്റ്? ഓർഡിനറി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ എന്നേ ക്വസ്റ്റ്യനിൽ വരുള്ളൂ. ഓപ്ഷനിൽ ലോക്സഭ, രാജ്യസഭ, എയ്തർ ഹൗസ് ഓഫ് പാർലമെൻറ്റ്, ബോത്ത് ദി ഹൗസ് ഓഫ് പാർലമെൻറ്റ്. ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്, എവിടെയാണ് ആദ്യം അവതരിപ്പിക്കേണ്ടതെന്നാണ് പറയുന്നത്. ഒരു സംശയവും വേണ്ട, ഓർഡിനറി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ എയ്തർ ഹൗസ് ഓഫ് പാർലമെൻറ്റ്. ഓർഡിനറി ബില്ലാണോ പാർലമെൻറ്റിലെ ഏതെങ്കിലും ഒരു സഭയിൽ അവതരിപ്പിച്ചാൽ മതി ആദ്യം, ഒന്നുകിൽ രാജ്യസഭ അല്ലെങ്കിൽ ലോക്സഭ. പക്ഷേ ഇവിടെ ഓർക്കണം, ബില്ല് അവതരിപ്പിക്കുന്നത് ആര്? ഓർഡിനറി ബിൽ ക്യാൻ ബി introduced by a minister or any other member. ഓർഡിനറി ബില്ല് നോക്കൂ, അത് മിനിസ്റ്റർക്കോ ഏതെങ്കിലും ഒരു അംഗത്തിനോ അവതരിപ്പിക്കാം.
അപ്പോൾ ഓർഡിനറി ബില്ല് പബ്ലിക് ബില്ലും ആകാം, പ്രൈവറ്റ് ബില്ലും ആകാം എന്നർത്ഥം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മിനിസ്റ്റർ അവതരിപ്പിക്കുന്നത് എന്താണ്, അത് ഒരു പബ്ലിക് ബില്ലാകാം, അത് വേറെ മിനിസ്റ്റർ അല്ലാത്തൊരു വ്യക്തി അവതരിപ്പിച്ചാൽ അത് പ്രൈവറ്റ് ബില്ലാകാം. അപ്പോൾ ഓർഡിനറി ബില്ല് 2 തരത്തിലുള്ള ബില്ലുകളും ആകാം, അത് ശ്രദ്ധിച്ചോളുക. അപ്പോൾ ദേ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ്. നോക്കൂ, ഓർഡിനറി ബിൽസ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ എയ്തർ ഹൗസ് ഓഫ് പാർലമെൻറ്റ്. അത് അടിവരയിട്ട് പഠിക്കണം. എയ്തർ ഹൗസ് ഓഫ് പാർലമെൻറ്റ് ബൈ എയ്തർ എ മിനിസ്റ്റർ ഓർ ബൈ എനി അതർ മെമ്പേഴ്സ്. അപ്പോൾ അത് 2 പോയിൻ്റായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ച് കൊടുക്കുക. ഓർഡിനറി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ എയ്തർ ഹൗസ് ഓഫ് പാർലമെൻറ്റ്. അടുത്തത്, ഓർഡിനറി ബിൽസ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ എയ്തർ എ മിനിസ്റ്റർ ഓർ ബൈ എനി അതർ മെമ്പർ. ഏതെങ്കിലും ഒരു MP അവതരിപ്പിക്കാം. ദേ റിക്വയർ ദി അപ്രൂവൽ ഓഫ് ബോത്ത് ദി ഹൗസ് ഓഫ് പാർലമെൻറ്റ്. അതാണ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. അവതരിപ്പിക്കുന്നത് എവിടെ വേണോ അവതരിപ്പിക്കാം, ബട്ട് ഇറ്റ് മസ്റ്റ് ബി അപ്രൂവ്ഡ് ബൈ ബോത്ത് ദി ഹൗസ് ഓഫ് പാർലമെൻറ്റ്. ഇവിടെ ഒരു ഓർഡിനറി ബില്ല് അവതരിപ്പിക്കുന്നത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സഭയിലാകാം, പക്ഷേ 2 സഭകളും പാസ്സാക്കണം വിത്ത് സിമ്പിൾ മെജോറിറ്റി. സിമ്പിൾ മെജോറിറ്റി കൊണ്ട് എന്ന് വെച്ചാൽ ദി മെമ്പേഴ്സ് പ്രസൻറ്റിംഗ് ഇൻ ദി ഹൗസ് ആൻഡ് വോട്ടിങ്ങിൻ്റെ 50%, മോർ ദാൻ 50% വോട്ട് ചെയ്യുകയാണെങ്കിൽ ആ ബില്ല് പാസ്സായി. ഇപ്പം ആദ്യം ലോക്സഭയിലാണ് ഒരു ഓർഡിനറി ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വിചാരിക്കുക. അവിടെ പങ്കെടുത്ത് വോട്ട് ചെയ്യുന്നവരുടെ 50% ആ ഓർഡിനറി ബില്ലിന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലോക്സഭയിൽ പാസ്സായി. ആ ബില്ല് എന്നിട്ട് എങ്ങോട്ട് വരും, രാജ്യസഭയിലേക്ക് വരും. അവിടെയും പങ്കെടുത്ത് വോട്ട് ചെയ്യുന്നവരുടെ 50% കൂടുതൽ അവിടെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും ബില്ല് പാസ്സായി. അപ്പോൾ ഇത് റിക്വയർ ദി അപ്രൂവൽ ഓഫ് ബോത്ത് ദി ഹൗസ് ഓഫ് പാർലമെൻറ്റ്. 2 സഭകളും അംഗീകരിക്കണം ബില്ല് പാസ്സാകണമെങ്കിൽ. മനസ്സിലാകുന്നല്ലോ. ഇനി നോക്കൂ, അങ്ങനെ പാസ്സായില്ലെങ്കിലോ, ഒരു സഭ ലോക്സഭയിൽ അവതരിപ്പിച്ച ബില്ല് ലോക്സഭയിൽ തന്നെ പാസ്സായി എന്ന് വിചാരിക്കുക. രാജ്യസഭയിലേക്ക് വന്നപ്പോൾ ബില്ല് പാസ്സായില്ല, നിയമമാകുമോ? ആകില്ല നോർമൽ കേസിൽ. കാരണം ഇത് പാസ്സായാലേ രാഷ്ട്രപതി ഒപ്പുവയ്ക്കുള്ളൂ. 2 സഭകളും പാസ്സായാലേ. ഇപ്പോൾ ഒരു സഭയെ പാസ്സായുള്ളൂ. എന്നാൽ അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ, അങ്ങനെ ഒരു ഡെഡ് ലോക്ക് ബിറ്റ്വീൻ ബോത്ത് ദി ഹൗസ് ഓഫ് പാർലമെൻറ്റ് ഓവർ ദി പാസേജ് ഓഫ് ബില്ല് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഒരു ഓപ്ഷൻ ഇല്ലേ നമ്മുടെ മുമ്പിൽ? തീർച്ചയായിട്ടും ആ ബില്ല് പാസ്സാക്കാൻ ഒരു വഴിയും കൂടി നമ്മുടെ മുമ്പിലുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ്? ഇൻ ദി കേസ് ഓഫ് ഡെഡ് ലോക്ക് ബിറ്റ്വീൻ ബോത്ത് ദി ഹൗസ് ഓഫ് പാർലമെൻറ്റ് ഓവർ ദി പാസേജ് ഓഫ് എ ബിൽ, എ ജോയിൻറ്റ് സിറ്റിംഗ് ക്യാൻ ബി കോൾഡ് ടു റിസോൾവ് ദിസ് ഇഷ്യൂ. ആ ബില്ലിലെ ഇഷ്യൂ റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് രാഷ്ട്രപതിക്ക് ഒരു ജോയിൻറ്റ് സിറ്റിംഗ് വിളിച്ചു കൂട്ടാം. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ ക്ലാസ്സിൻ്റെ അവസാനം ഈ ബില്ലുകൾ എടുത്ത് തീർന്നിട്ട് ഈ വീഡിയോ ക്ലാസ്സിൽ തന്നെ ജോയിൻറ്റ് സിറ്റിംഗ് എന്താണെന്നും കൂടെ നമുക്ക് പഠിക്കാം കേട്ടോ. നമുക്ക് വ്യക്തമായി പഠിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു കുഞ്ഞു ടോപ്പിക്കാണ്. അതിൽ നിന്നൊക്കെ സ്ഥിരം ചോദ്യങ്ങൾ വരുന്നതാണ്. ഞാൻ അതുകൂടി ഇതിൻ്റെ അവസാന ഭാഗത്ത് പറയാം. അപ്പം നിങ്ങൾ ഇവിടെ ഓർത്തു കൊടുക്കുക. അപ്പോൾ if there is a deadlock between both the House of Parliament over the passage of a bill, a joint sitting can be summoned by the President of India under Article 108 of Indian Constitution. ഇന്ത്യൻ ഭരണഘടനയിലെ 108 ആർട്ടിക്കിൾ പ്രകാരം രാഷ്ട്രപതിക്ക് ഒരു സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കാം. എന്ന് പറഞ്ഞാൽ രാജ്യസഭയുടെയും ലോകസഭയുടെയും സമ്മേളനം ഒരുമിച്ച് അവിടെ ഈ ബില്ല് ഒന്നുകൂടി അവതരിപ്പിക്കും. അവതരിപ്പിച്ചു കഴിഞ്ഞിട്ട് അവിടെ ഭൂരിപക്ഷം ഉണ്ടായാൽ, അവിടെ എത്ര ഭൂരിപക്ഷം? സിമ്പിൾ മെജോറിറ്റി മതി. അവിടെയും ദി മോർ ദാൻ 50% ഓഫ് ദി മെമ്പേഴ്സ് പ്രസൻറ്റിംഗ് ഇൻ ദി ഹൗസ് ആൻഡ് വോട്ടിംഗ്. അപ്പോൾ അവിടെ ആ സെഷനിൽ, ആ ജോയിൻ്റ് സിറ്റിങ്ങിൽ പങ്കെടുക്കുന്ന, അത് ലോകസഭയിൽ എത്ര ആയിക്കോട്ടെ രാജ്യസഭയിൽ എത്ര ആയിക്കോട്ടെ, അവിടെ പങ്കെടുത്ത് വോട്ട് ചെയ്യുന്നവരുടെ ഭൂരിഭാഗം സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ബില്ല് പാസ്സാവും. അപ്പോൾ ഇതൊരു ഒരു പ്രധാന പോയിൻ്റാണ് നിങ്ങൾ ഓർമ്മിക്കുക. ഇൻ ദ കേസ് ഓഫ് ഓർഡിനറി ബിൽ, ഇഫ് ദർ ഈസ് എ ഡെഡ്ലോക്ക് ബിറ്റ്വീൻ ബോത്ത് ദി ഹൗസ് ഓഫ് പാർലമെൻറ്റ് ഓവർ ദി പാസേജ് ഓഫ് എ ബില്ല്, there is a chance for passing such a bill, that is calling joint sitting of parliament. Joint sitting of parliament. അപ്പോൾ what is the object of joint sitting of parliament എന്ന് വെച്ചാൽ to resolve a deadlock between both the house of parliament over the passage of a bill. ഒരു ബില്ല് പാസ്സാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇരു സഭകളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കുന്നതിനായി വിളിച്ചു കൂട്ടുന്ന ഒരു സമ്മേളനത്തിൻ്റെ പേരാണ് സംയുക്ത സമ്മേളനം, ജോയിൻറ്റ് സിറ്റിംഗ്.
ഇത് ഓർഡിനറി ബില്ലിൻ്റെ കാര്യത്തിലാണ്. എല്ലാ ബില്ലിലും സംയുക്ത സമ്മേളനം നടക്കൂല, അത് നമ്മൾ പിന്നീട് അങ്ങോട്ട് ചെല്ലുമ്പോൾ പഠിക്കും. നോക്കൂ, ആഫ്റ്റർ ദി അപ്രൂവൽ ഓഫ് ബോത്ത് ദി ഹൗസ് ഓഫ് പാർലമെൻറ്റ്, സംയുക്ത സമ്മേളനമൊന്നും വേണ്ടി വന്നില്ല. രണ്ട് സഭകളും ബില്ല് പാസ്സാക്കി. ആദ്യം ലോക്സഭയിൽ അവതരിപ്പിച്ച ബില്ല് ലോക്സഭ പാസ്സാക്കി, രാജ്യസഭയിൽ അവതരിപ്പിച്ചപ്പോൾ പിന്നീട് രാജ്യസഭയും പാസ്സാക്കിയെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അടുത്ത സ്റ്റെപ്പ് എന്താണ്? ആഫ്റ്റർ ദി അപ്രൂവൽ ഓഫ് ബോത്ത് ദി ഹൗസ് ദി ബിൽ ഈസ് സെൻഡ് ടു ദി പ്രസിഡന്റ് ടു ഹിസ് ഫോർ ഹിസ് അസെൻറ്റ്. ഇതാര് അസെൻറ്റ് ചെയ്തിരിക്കണം? രാഷ്ട്രപതിയുടെ അസെൻറ്റ് കൂടി വേണം. ഈ പാർലമെൻറ്റിലെ ഇരുസഭകളും നല്ല ഭൂരിപക്ഷത്തിൽ ബില്ല് പാസ്സാക്കി വെച്ചിരിക്കുന്നു എന്ന് കരുതിയിട്ട് ബില്ല് നിയമമാകില്ല. എ ബിൽ പാസ്ഡ് ബൈ ബോത്ത് ദി ഹൗസ് ഓഫ് പാർലമെൻറ്റ് ബിക്കംസ് ആൻ ആക്ട് ഓർ ലോ only after getting assent of the president. Therefore, after approval of both the houses, the bill is sent to the president for his assent. അയച്ചു കൊടുക്കണം രാഷ്ട്രപതിയിലേക്ക്. അപ്പോൾ ജോയിൻറ്റ് സിറ്റിങ്ങിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. ബില്ല് പിന്നെ അംഗീകരിച്ചു രണ്ട് സഭകളും, രാഷ്ട്രപതി. വൺസ് ദി പ്രസിഡൻസ് അസെന്റ് ഈസ് ഒബ്റ്റൈൻഡ് ദി ബിൽ ബിക്കംസ് ആൻ ആക്ട്. വൺസ് ദി പ്രസിഡൻസ് അസെന്റ് ഈസ് ഒബ്റ്റൈൻഡ്, അങ്ങനെ അയച്ചു കൊടുത്ത ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിക്കഴിഞ്ഞാൽ സച്ച് ബിൽ ബിക്കംസ് ആൻ ആക്ട്. പിന്നെ ആ ബില്ലിനെ ബില്ലെന്ന് പറയണ്ട, പിന്നെ ആക്ട് എന്ന് പറഞ്ഞോളൂ, അല്ലെങ്കിൽ ലോ എന്ന് പറഞ്ഞോളൂ. അത് ലോ ആയി, ആക്റ്റായി. ഇതാണ് ഓർഡിനറി ബില്ലിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ഓർമ്മിച്ച് വെച്ചോളൂ അവിടെ പറഞ്ഞ പോയിന്റുകൾ. ഓർഡിനറി ബില്ലെന്ന് പറഞ്ഞാൽ ദി ബിൽസ് അതർ ദാൻ മണി ബിൽ, ഫിനാൻഷ്യൽ ബിൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ല്. സാധാരണ ബില്ലാണ്. ആരാണ് അവതരിപ്പിക്കുന്നത്? ഇറ്റ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഐദർ ബൈ എ മിനിസ്റ്റർ ഓർ എ പ്രൈവറ്റ് മെമ്പർ. എവിടെയാണ് അവതരിപ്പിക്കേണ്ടത്? ഇറ്റ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ എയ്തർ ഹൗസ് ഓഫ് പാർലമെൻറ്റ്, ബട്ട് ദി ഓർഡിനറി ബിൽ മസ്റ്റ് ബി പാസ്ഡ് ബൈ ബോത്ത് ദി ഹൗസ് ഓഫ് പാർലമെൻറ്റ് വിത്ത് എ സിമ്പിൾ മെജോറിറ്റി. If there is a deadlock between both the House of Parliament over the passage of an ordinary bill, the joint sitting can be summoned by the President of India to resolve such issue. ഇത്രയും പറഞ്ഞു. ഇനി ഈ ബോത്ത് ദി ഹൗസ് ഓഫ് if the ordinary bill is passed by both the House of Parliament, such bill is sent to President for his assent. After giving his assent, such bill become an act or ലോ. ഇത്രയും ഞാൻ പറഞ്ഞുള്ളൂ. സിമ്പിൾ അല്ലേ? നിങ്ങൾക്കറിയാം. ഇനി എവറി ഓർഡിനറി ബിൽ ഹാസ് ടു പാസ് ത്രൂ ദി ഫോളോയിങ് 5 സ്റ്റേജസ് ഇൻ ദി പാർലമെൻറ്റ്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഓർഡിനറി ബില്ല് പാസ്സാകുന്നത് വരെ 5 ഘട്ടങ്ങളിലൂടെ കടന്നു പോകും. അതിൽ ആദ്യം പറയുന്ന 3 ഘട്ടങ്ങളാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ പറയുന്നത്. എന്നാൽ എല്ലാം പ്രധാനം തന്നെയാണ്. അപ്പോൾ എവറി ഓർഡിനറി ബിൽ ഹാസ് ടു പാസ് ത്രൂ ദി ഫോളോയിങ് 5 സ്റ്റേറ്റ്സ് അല്ല, 5 സ്റ്റേജസ് ഇൻ ദി പാർലമെൻറ്റ്. പാർലമെൻറ്റിലെ 5 സ്റ്റേജുകളിലൂടെയാണ്, ഘട്ടങ്ങളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ഒന്ന് നോക്കൂ, ഫസ്റ്റ് റീഡിങ്, ആദ്യത്തെ റീഡിങ്. നോക്കൂ, സെക്കൻഡ് റീഡിങ്. മൂന്നാമത്തത് തേർഡ് റീഡിങ്. ഇത് ആദ്യം ഓർക്കാൻ വളരെ എളുപ്പമുണ്ട്. ഫസ്റ്റ് റീഡിങ്, സെക്കൻഡ് റീഡിങ്, തേർഡ് റീഡിങ്. എന്താണെന്ന് ഞാൻ പറയാം. ഇത് 3 ഘട്ടങ്ങളായി. 3 റീഡിങ് കഴിഞ്ഞു. അടുത്തത് എന്താണെന്ന് അറിയാമോ? ഇതെല്ലാം കഴിഞ്ഞിട്ട് ബിൽ ഇൻ ദി സെക്കൻഡ് ഹൗസ്. ബില്ലും 4ാമത് ബില്ല് സെക്കൻഡ് ഹൗസിൽ. ഫസ്റ്റ് ഹൗസിലെ കാര്യമാണ് ഈ പറഞ്ഞത്. 3 റീഡിങ് എല്ലാം കഴിഞ്ഞു, ബില്ല് പാസ്സാക്കിയെടുത്തിട്ട് അത് സെക്കൻഡ് ഹൗസിലേക്ക്. ആദ്യത്തെ ഇനിഷ്യേറ്റിംഗ് ഹൗസിലെ കാര്യമാണ് പറഞ്ഞത്, ഈ 3 ഘട്ടങ്ങൾ. എന്നിട്ട് സെക്കൻഡ് ഹൗസിലേക്ക് ബില്ലങ്ങ് അയച്ചു കൊടുക്കുകയാണ്. അവിടെയും ഈ 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുക. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരേ പ്രൊസീജിയറാണ് 2 സഭയിലും വരുന്നത്. അങ്ങനെ ആ സെക്കൻഡ് ഹൗസും ഈ സ്റ്റേജുകളിലൂടെ കടന്നു പോയിട്ട് അപ്പം ബില്ല് പാസ്സാക്കി. അടുത്ത 5ാമത്തെ സ്റ്റേജ് എന്താണെന്ന് നിങ്ങളോട് ചോദിക്കേണ്ടതില്ല. അസെൻറ്റ് ഓഫ് ദി പ്രസിഡൻറ്റിൻ്റെ അസെൻറ്റ് കൂടെ കിട്ടുമ്പോഴാണ് ഓർഡിനറി ബില്ല് പാസ്സാകുന്നത്. ഇനി ഈ 5 പിന്നെ സ്റ്റേജസ് എന്താണെന്ന് ഞാനൊന്ന് വിശദീകരിക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ ഇങ്ങനെ ഒരു ഓർഡർ മനസ്സിട്ടുകൊള്ളുക. എവറി ഓർഡിനറി ബിൽ ഹാസ് ടു പാസ് ത്രൂ 5 ഇമ്പോർട്ടൻറ്റ് സ്റ്റേജസ് ഇൻ ദി പാർലമെൻറ്റ്. ഫസ്റ്റ് റീഡിങ്, സെക്കൻഡ് റീഡിങ്, തേർഡ് റീഡിങ്, ബിൽ ഇൻ ദി സെക്കൻഡ് ഹൗസ്, അസെൻറ്റ് ഓഫ് ദി പ്രസിഡൻറ്റ്. നമുക്ക് ഓരോ ഘട്ടം എന്താണെന്ന് കൊണ്ട് പഠിച്ചു പോകാം. എന്താണ് ഈ ഫസ്റ്റ് റീഡിങ് എന്ന് പറഞ്ഞാൽ? ഫസ്റ്റ് റീഡിങ് മീൻസ്
ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ഓഫ് ദി ബില്ല് അവതരിപ്പിക്കുന്നു. ഒരു ബില്ല് തയ്യാറാക്കിയിട്ട് അതിൻ്റെ കരട് അവതരിപ്പിക്കുന്ന ഘട്ടത്തെയാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ബില്ല് അവതരണം, നോ ഡിസ്കഷൻ ഓൺ ദി ബിൽ ടേക്സ് പ്ലേസ് അറ്റ് ദിസ് സ്റ്റേജ്. അവിടെ വലിയ ചർച്ചയൊന്നും നടക്കുന്നില്ല. ബില്ലങ്ങ് അവതരിപ്പിക്കുന്ന ആ ഇൻട്രൊഡക്ഷൻ സ്റ്റേജാണ്. ഒരു ബില്ല് കരട് തയ്യാറാക്കി ഒരു വ്യക്തി മന്ത്രിയാകാം, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഓർഡിനറി മെമ്പറാകാം പാർലമെൻറ്റിൽ, ആ മെമ്പർ ഒരു ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നു. അവതരണ ഘട്ടമാണ്, അത് ഇൻട്രൊഡക്ഷൻ സ്റ്റേജാണ്. നോ ഡിസ്കഷൻ ഓൺ ദി ബിൽ ടേക്സ് പ്ലേസ് അറ്റ് ദിസ് പ്ലേസ്. അവിടെ പ്രത്യേകിച്ച് ചർച്ചയൊന്നും നടക്കുന്നില്ല. എന്നിട്ട് ലേറ്റർ ദി ബിൽ ഈസ് പബ്ലിഷ്ഡ് ഇൻ ദി ഗസറ്റ് ഓഫ് ഇന്ത്യ. ഒരു ബില്ല് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഗസറ്റിൽ കൊടുക്കുന്നു, ഗസറ്റിൽ കൊടുത്ത് പബ്ലിഷ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് റീഡിങ്ങിൽ. അപ്പം ഫസ്റ്റ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഏത് ഹൗസിലാണ്? ഇനിഷ്യേറ്റിംഗ് ഹൗസാണ്. ആദ്യമായിട്ട് ബില്ല് വരുന്ന ആ ഹൗസിൽ അത് അവതരണ ഘട്ടമാണ്, ഇൻട്രൊഡക്ഷൻ സ്റ്റേജാണ്. അവിടെ നോ ഡിസ്കഷൻ ടേക്സ് പ്ലേസ് അറ്റ് ദി സ്റ്റേജ്. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ലേറ്റർ ദി ബിൽ ഈസ് പബ്ലിഷ്ഡ് ഇൻ ദി ഗസറ്റ്. ക്ലിയർ ആയാലും ഗസറ്റ് പബ്ലിഷ്. ഇത്രയേ ഉള്ളൂ. ഒന്നാമത്തെ സ്റ്റേജ് ഒന്നും നിങ്ങൾ പഠിക്കാനില്ല. ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്, നോ ഡിസ്കഷൻ ടേക്സ് പ്ലേസ് അറ്റ് ദി സ്റ്റേജ് എന്ന് മാത്രം ഓർമ്മിച്ചാൽ. ദെൻ ദി ബിൽ പബ്ലിഷ്ഡ് ഇൻ ദി ഗസറ്റ്. അത്രയേ ഉള്ളൂ. ബില്ല് അവതരിപ്പിച്ചു, അത് ആ ബില്ല് ഗസറ്റിൽ വന്നു, അവിടെ പ്രത്യേകിച്ച് ചർച്ചകളൊന്നും നടന്നില്ല. എന്നാൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സെക്കൻഡ് റീഡിംഗ് ആണ്. ഇറ്റ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് സ്റ്റേജ്. അവിടെ എന്ത് സംഭവിക്കുന്നു? ഡ്യൂറിങ് ദി സ്റ്റേജ് ദി ബിൽ റിസീവ്സ് നോട്ട് ഓൺലി ദി ജനറൽ ബട്ട് ഓൾസോ ഡീറ്റെയിൽഡ് സ്ക്രൂട്ടണി ആൻഡ് അസ്യൂംസ് ഇറ്റ്സ് ഫൈനൽ ഷേപ്പ്. ഇവിടെയാണ് ഒരു ബില്ല് അതിൻ്റെ ഫൈനൽ ഷേപ്പിലെത്തുന്നത്. അവിടെ ശരിക്കും പറഞ്ഞാൽ ജനറൽ അല്ല, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ക്രൂട്ടണി നടക്കുന്നു, സൂക്ഷ്മ പരിശോധന നടക്കുന്നു. എന്നിട്ട് ബില്ലിനൊരു ഫൈനൽ രൂപം വരുന്നു. ദിസ് സ്റ്റേജ് ഇൻവോൾവ്സ് 3 more സബ് സ്റ്റേജസ്. ഇതൊന്ന് ശ്രദ്ധിക്കണം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേജ് ആയതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണം. ഈ സെക്കൻഡ് റീഡിങ്ങിലാണ് കൂടുതൽ നടപടികൾ വരുന്നത്. എന്ന് പറഞ്ഞാൽ ബില്ല് ക്ലോസ് ബൈ ക്ലോസ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് അതിനൊരു ഫൈനൽ ഷേപ്പ് വരുത്തുന്നത് ഈ സ്റ്റേജിലാണ്. അപ്പോൾ ഈ സ്റ്റേജിൽ അതുകൊണ്ട് തന്നെ ഒരു 3 പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ കൂടി ഏത് സ്റ്റേജിലുണ്ട്? ആ സെക്കൻഡ് സ്റ്റേജായ സെക്കൻഡ് റീഡിങ്ങിൽ വരുന്നതാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അതിൽ ആ സെക്കൻഡ് റീഡിങ്ങിലെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് സ്റ്റേജ് ഓഫ് ജനറൽ ഡിസ്കഷൻ. അപ്പം നേരത്തെ ഫസ്റ്റ് റീഡിങ്ങിൽ ഡിസ്കഷൻ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഒരു ജനറൽ ഡിസ്കഷൻ വരും. അതായത് ഇത് പ്രിന്റഡ് കോപ്പീസ് ഓഫ് ബിൽസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഓൾ മെമ്പേഴ്സ്. എല്ലാവർക്കും ആ ബില്ലിനെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട്, പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ബില്ലിൻ്റെ കോപ്പി എല്ലാ പാർലമെൻറ്റ് അംഗങ്ങൾക്കും, ആ സഭയിലെ എല്ലാ അംഗങ്ങൾക്കും കൊടുക്കും. അറ്റ് ദിസ് സ്റ്റേജ് ദി ഹൗസ് ക്യാൻ ടേക്ക് എനി വൺ ഓഫ് ദി ഫോളോയിങ് ആക്ഷൻ. അങ്ങനെ ബില്ല് അയച്ചു കൊടുത്തിട്ട് ഇനി പറയുന്ന ഏതെങ്കിലും ഒരു മാർഗം സ്വീകരിക്കണം ഇതിൻ്റെ ബില്ലിൻ്റെ ഡിസ്കഷന് വേണ്ടിയിട്ട്, ബില്ല് ഫൈനൽ രൂപത്തിലെത്തുന്നതിന് വേണ്ടിയിട്ട്. ഒന്നാമത്തെ എന്താണ്? ഇറ്റ് മേ ടേക്ക് ദി ബിൽ ഇൻ ടു കൺസിഡറേഷൻ ഇമ്മീഡിയറ്റ്ലി ഓൺ some other fixed date. It may take the bill into consideration. Consideration immediately. ഇപ്പോൾ ബില്ല് ആ സെക്കൻഡ് റീഡിങ്ങിൽ എല്ലാ അംഗങ്ങൾക്കും എന്ത് കൊടുത്തു? ആ ബില്ലിൻ്റെ കോപ്പി അയച്ചു കൊടുത്തിട്ട് ഉടനെ തന്നെ വേണമെങ്കിൽ ആ ബില്ല് പരിഗണനയ്ക്കെടുക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫിക്സഡ് ഡേറ്റിലേക്ക് മാറ്റിവെക്കുന്നു. ഇറ്റ് മേ ടേക്ക് ദി ബിൽ ഇൻ ടു കൺസിഡറേഷൻ ഇമ്മീഡിയറ്റ്ലി ഓർ ഓൺ സം അതർ ഫിക്സഡ് ഡേറ്റ്. അങ്ങനെ ഇത് ഒന്നാമത്തെ. ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഇതിൽ. ഇനി നോക്കൂ, രണ്ടാമത്തെ എന്താണ്? ഇറ്റ് മേ റെഫർ ബിൽ ടു ദി സെലക്ട് കമ്മിറ്റി ഓഫ് ദി ഹൗസ്. ഇതാണ് സാധാരണ ചെയ്യുന്നത്. സാധാരണ സെക്കൻഡ് റീഡിങ്ങിൽ എല്ലാവരും ബില്ല് വായിച്ചതിന് ശേഷം സാധാരണ ചെയ്യുന്ന ഒരു നടപടി എന്ന് പറയുന്നത് ഇറ്റ് മേ റിഫർ ടു ദി ബിൽ ടു സെലക്ട് കമ്മിറ്റി ഓഫ് ദി ഹൗസ്. ഈ ഹൗസിലെ കുറച്ച് അംഗങ്ങൾ ചേർന്ന ഒരു കമ്മിറ്റി ഉണ്ട്. ഈ ഇനിഷ്യേറ്റിംഗ് ഹൗസ് ഏതോ ആയിക്കോട്ടെ, ആ ഹൗസിലെ അംഗങ്ങൾ ചേർന്ന ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയുടെ പേരാണ് സെലക്ട് കമ്മിറ്റി. സെലക്ട് കമ്മിറ്റിയിലേക്ക് ആ ബില്ല് അയക്കുന്നു. ആ സെലക്ട് കമ്മിറ്റി എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ സെലക്ട് കമ്മിറ്റി കൺസിസ്റ്റ് ഓഫ് മെമ്പേഴ്സ് ഓഫ് ഹൗസ് വെയർ ദി ബിൽ ഹാസ് ഒറിജിനേറ്റഡ്. എവിടെയാണോ ബില്ല് ഒറിജിനേറ്റ് ചെയ്തത്, ഏത് സഭയിലാണോ, ആ ഇനിഷ്യേറ്റിംഗ് ഹൗസിലെ കുറച്ച് മെമ്പേഴ്സ് ഉൾപ്പെട്ട ഒരു സ്പെഷ്യൽ കമ്മിറ്റിയുടെ പേരാണ് സെലക്ട് കമ്മിറ്റി. അപ്പോൾ ഈ ബില്ല് സെക്കൻഡ് സ്റ്റേജിൽ, സെക്കൻഡ് റീഡിങ്ങിൽ എല്ലാ അംഗങ്ങൾക്കും ഇതിൻ്റെ കോപ്പി അയച്ചു കൊടുത്തിട്ട് ഇത് സെലക്ട് കമ്മിറ്റിക്ക് വിടുകയാണ്. അവർ ദീർഘമായി ചർച്ച ചെയ്യും.
മനസ്സിലാകുന്നല്ലോ? അത് രണ്ടാമത്തെ മാർഗം. അങ്ങനെയും വിടാം. മൂന്നാമത്തത്, ഇറ്റ് മേ റിഫർ ദി ബിൽ ടു ജോയിന്റ് കമ്മിറ്റി ഓഫ് 2 houses. ഇനി സെലക്ട് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എ കമ്മിറ്റി കൺസിസ്റ്റ് ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ദി ഹൗസ് വെയർ ദി ബിൽ ഈസ് ഒറിജിനേറ്റഡ്. എവിടെയാണോ ബില്ല് ഒറിജിനേറ്റ് ചെയ്ത് ഇനിഷ്യേറ്റിംഗ് ഹൗസ്, അവിടെ ആ ഹൗസിലുള്ള അംഗങ്ങൾ ചേർന്ന കമ്മിറ്റിയാണ് സെലക്ട് കമ്മിറ്റി എന്ന് വിളിക്കുന്നത്. ആ സെലക്ട് കമ്മിറ്റിക്ക് ബില്ല് അയച്ചു കൊടുക്കുന്നു, അവർ അത് ചർച്ച ചെയ്യുന്നു. അല്ലെങ്കിൽ വേണ്ട, അടുത്തൊരു ഓപ്ഷൻ നമ്മൾ പറഞ്ഞു, ഇറ്റ് മേ റിഫർ ടു ദി ജോയിന്റ് കമ്മിറ്റി ഓഫ് 2 houses. 2 സഭകളിലെയും അംഗങ്ങൾ ചേർന്ന ഒരു കമ്മിറ്റി ഉണ്ട്, ജോയിന്റ് ഹൗസ് എന്ന് പറയും, ജോയിന്റ് കമ്മിറ്റി എന്ന് പറയും. ഇപ്പൊ ജോയിന്റ് കമ്മിറ്റി കൺസിസ്റ്റ് ഓഫ് മെമ്പേഴ്സ് ഓഫ് ബോത്ത് ദി ഹൗസ് ഓഫ് പാർലമെന്റ്. മറ്റത് ഏത് അംഗങ്ങളാണ് പറഞ്ഞത്? മെമ്പേഴ്സ് ഓഫ് ദി ഹൗസ് വെയർ ദി ബിൽ ഹാസ് ഒറിജിനേറ്റഡ് എന്നാണ് പറഞ്ഞത്, അതാണ് സെലക്ട് കമ്മിറ്റി. ജോയിന്റ് കമ്മിറ്റി കൺസിസ്റ്റ് ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ബോത്ത് ദി ഹൗസ് ഓഫ് പാർലമെന്റ്. 2 സഭകളിലെയും അംഗങ്ങൾ ചേർന്നൊരു കമ്മിറ്റി ഉണ്ട്, ആ കമ്മിറ്റിക്ക് വേണമെങ്കിലും വിടാം. പക്ഷെ ഇവിടുത്തെ നോർമൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സെലക്ട് കമ്മിറ്റിക്ക് വിടുകയാണ് പതിവ്. അപ്പം ബില്ല് ഈ സെക്കൻഡ് സ്റ്റേജിലെ പ്രധാനപ്പെട്ട 4 മാർഗങ്ങൾ ഞാൻ പറഞ്ഞു. സെക്കൻഡ് സ്റ്റേജിൽ അത് ആദ്യം ആ ബില്ല് ഒന്നുകിൽ കൺസിഡറേഷന് ഇമ്മീഡിയറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റൊരു ഡേറ്റിലേക്ക് മാറ്റിവെക്കുന്നു, അല്ലെങ്കിൽ അത് നേരെ സെലക്ട് കമ്മിറ്റിക്ക് വിടുന്നു, അല്ലെങ്കിൽ അത് ജോയിൻറ്റ് കമ്മിറ്റിക്ക് വിടുന്നു. ദെൻ ഇറ്റ് മേ സർക്കുലേറ്റ് ദി ബിൽ ടു എലിസിറ്റ് പബ്ലിക് ഒപ്പീനിയൻ. ഇനി അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ടിയിട്ട് പത്രത്തിലോ മറ്റോ ഒക്കെ അത് പബ്ലിഷ് ചെയ്തിട്ടുകൊണ്ട് ഇൻ ഓർഡർ ടു എലിസിറ്റ് ദി ഒപ്പീനിയൻ ഓഫ് പബ്ലിക്, പൊതുജനങ്ങളുടെ അഭിപ്രായം ആരായുന്നു. ഇങ്ങനെ ഏത് മാർഗത്തിലൂടെ, ഇത് പല മാർഗത്തിലൂടെ കടന്നു പോകാം സെക്കൻഡ് സ്റ്റേജായ സെക്കൻഡ് റീഡിങ്ങിൽ. ഫസ്റ്റ് റീഡിങ്ങിലൊന്നുമില്ല. എന്താണ്? ഇൻട്രൊഡക്ഷൻ സ്റ്റേജാണ്. നോ ഡിസ്കഷൻ ടേക്സ് പ്ലേസ് അറ്റ് ദി സ്റ്റേജ്. അവിടെ ശരിക്ക് ഗസറ്റ് വിജ്ഞാപനം നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സെക്കൻഡ് സ്റ്റേജാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ്. അവിടെയാണ് ഡീറ്റെയിൽഡ് ഡിസ്കഷൻ നടക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ അത്? അപ്പോൾ ഇനി നോക്കുക, അവിടെ 3-4 പ്രോസസ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അടുത്തത് നോക്കൂ, കമ്മിറ്റി സ്റ്റേജ്. ആ കമ്മിറ്റി സ്റ്റേജാണ് നമ്മളിപ്പം പറഞ്ഞു. സെലക്ട് കമ്മിറ്റിക്കോ ജോയിൻറ്റ് കമ്മിറ്റിക്കോ വിടുമെന്ന് പറഞ്ഞില്ലേ? സെലക്ട് കമ്മിറ്റിക്ക് വിടുകയാണ് നോർമൽ ആയിട്ടുള്ള നടപടിക്രമം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അടുത്ത ആ കമ്മിറ്റിക്ക് വിട്ടുകഴിഞ്ഞാൽ കമ്മിറ്റി എന്ത് ചെയ്യും എന്നുള്ളതാണ് അടുത്ത സ്റ്റേജ്. ആദ്യത്തെ സ്റ്റേജ് നമ്മൾ പറഞ്ഞു, അത് കമ്മിറ്റിക്ക് ആ ബില്ലിൻ്റെ പരിഗണനയ്ക്കെടുക്കുന്നു. പല മാർഗങ്ങൾ ഉണ്ട്. അപ്പം സെലക്ട് കമ്മിറ്റിക്ക് വിട്ടു വന്നിരിക്കട്ടെ. അടുത്തത് കമ്മിറ്റി സ്റ്റേജാണ്. ശ്രദ്ധിക്കുക, ദി യൂഷ്വൽ പ്രാക്ടീസ് ഈസ് ടു റിഫർ ദി ബിൽ ടു സെലക്ട് കമ്മിറ്റി. ഞാൻ പറഞ്ഞു സാധാരണ, നേരത്തെ പല മാർഗങ്ങൾ പറഞ്ഞെങ്കിലും സാധാരണ സെക്കൻഡ് സ്റ്റേജിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ സെലക്ട് കമ്മിറ്റിക്ക് ഇത് വിടുക എന്നുള്ളതാണ്. അപ്പോൾ ആ സെലക്ട് കമ്മിറ്റിക്ക് വിട്ടുകഴിഞ്ഞാൽ ദി കമ്മിറ്റി എക്സാമിൻസ് ദി ബിൽ തറലി ആൻഡ് ഇൻ ഡീറ്റെയിൽ ക്ലോസ് ബൈ ക്ലോസ്. ആ സെലക്ട് കമ്മിറ്റിയിലെ അംഗങ്ങൾ ഇതിൻ്റെ ബില്ലിലെ എല്ലാ കാര്യങ്ങളും ക്ലോസ് ബൈ ക്ലോസ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ചർച്ച ചെയ്യുന്നു. കമ്മിറ്റി എക്സാമിൻസ് ദി ബിൽ തറലി ആൻഡ് ഇൻ ഡീറ്റെയിൽ ക്ലോസ് ബൈ ക്ലോസ്. അങ്ങനെ ചർച്ച ചെയ്തിട്ട് ഇറ്റ് ക്യാൻ ആൾസോ അമെൻഡ് ഇറ്റ്സ് പ്രൊവിഷൻ. അവർക്ക് ഇതിലെ പ്രൊവിഷൻസ് അമെൻഡ് ചെയ്യാം. പക്ഷെ ശ്രദ്ധിക്കണം, വിതൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് പ്രിൻസിപ്പിൾ. അത് ഓർക്കണം. ഇതിൻ്റെ അടിസ്ഥാനപരമായ തത്വത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ഇതിൻ്റെ പ്രൊവിഷൻസിലൊക്കെ ചെറിയ അമെൻമെൻറ്റുകൾ വരുത്താൻ ഈ കമ്മിറ്റിക്ക് അവകാശമുണ്ട്. ക്ലോസ് ബൈ ക്ലോസ് ഒക്കെ ചർച്ച ചെയ്തിട്ട് കമ്മിറ്റി ചില അമെൻമെൻറ്റുകളൊക്കെ കൊണ്ടുവരുന്നു. പക്ഷേ നേരത്തെ പറഞ്ഞല്ലോ, വിതൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് പ്രിൻസിപ്പിൾ. ഇതിനൊരു അടിസ്ഥാന തത്വം ഉണ്ടല്ലോ ഈ ബില്ല് കൊണ്ടുവരുന്നത്, അതിൽ മാറ്റം വരുത്താതെ ചെറിയ മാറ്റങ്ങൾ അല്ലാതെ തന്നെ അമെൻമെൻറ്റ് നടത്താൻ ഈ കമ്മിറ്റിക്ക് അവകാശമുണ്ട്. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദി സ്ക്രൂട്ടണി ആൻഡ് ഡിസ്കഷൻ ദി കമ്മിറ്റി റിപ്പോർട്ട്സ് ദി ബിൽ ബാക്ക് ടു ദി ഹൗസസ്. നോക്കൂ, ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദി സ്ക്രൂട്ടണി ആൻഡ് ഡിസ്കഷൻ, ഈ കമ്മിറ്റി വളരെ സൂക്ഷ്മ പരിശോധന നടത്തി. കമ്മിറ്റി അംഗങ്ങളെല്ലാം കൂടെ ഡിസ്കസ് ചെയ്തു. ആൻഡ് ദി കമ്മിറ്റി റിപ്പോർട്ട്സ് ദി ബിൽ ബാക്ക് ടു ദി ഹൗസിലേക്ക് തന്നെ. ഇപ്പം ലോക്സഭയാണെങ്കിൽ ലോക്സഭയിലേക്ക് തന്നെ ഈ ബില്ല് തിരിച്ചയച്ചു കൊടുക്കുന്നു. റിപ്പോർട്ട് അവരെ സജഷൻ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് അയക്കുന്നു. ഇതാണ് മൂന്നാമത്തെ സ്റ്റേജ്. അപ്പം ഫസ്റ്റ് റീഡിങ്, സെക്കൻഡ് റീഡിങ്ങിൽ പല കാര്യങ്ങളുണ്ട്. ആദ്യം ഡിസ്കഷൻ നടത്തുന്നു, അംഗങ്ങൾക്ക് അത് അയച്ചു കൊടുക്കുന്നു, എന്നിട്ട് കമ്മിറ്റിക്ക് വിടുന്നു. അപ്പം അവിടെ അടുത്ത സ്റ്റേജ് കമ്മിറ്റി സ്റ്റേജായി. കമ്മിറ്റി സ്റ്റേജ് കഴിഞ്ഞിട്ട് കമ്മിറ്റി റിപ്പോർട്ട് വീണ്ടും ആ ഹൗസിലേക്ക് അയച്ചു. ഇനി ആ ഹൗസ് വീണ്ടും
കൺസിഡറേഷൻ സ്റ്റേജാണ്, അത് പരിഗണിക്കണം. കമ്മിറ്റിയുടെ ശുപാർശ പരിഗണിക്കുന്നതാണ്. ദി ഹൗസ് ആഫ്റ്റർ റിസീവിംഗ് ദി ബിൽ ഫ്രം ദി സെലക്ട് കമ്മിറ്റി കൺസിഡേഴ്സ് ദി പ്രൊവിഷൻസ് ഓഫ് ദി ബിൽ ക്ലോസ് ബൈ ക്ലോസ്. അവർ അമെൻഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവർ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ക്ലോസ് ബൈ ക്ലോസ് ആയിട്ട് ഈ സഭ ഒന്നുകൂടി പരിഗണിക്കുന്നു. വേണമെങ്കിൽ ഈച്ച് ക്ലോസ് ഈസ് ഡിസ്കസ്ഡ് ആൻഡ് വോട്ടഡ് അപ്പോൺ സെപ്പറേറ്റ്ലി. ഇനി അംഗങ്ങളെല്ലാം കൂടെ ഓരോ ക്ലാസ് സെപ്പറേറ്റ് ആയിട്ട് ചർച്ച ചെയ്ത് ഡിസ്കസ് ചെയ്ത് വേണമെങ്കിൽ വോട്ടിനിട്ട് അതിന് അംഗീകാരം നേടുന്നു ആ സഭയിൽ. ഇതാണ് രണ്ടാമത്തെ സ്റ്റേജ്. ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് സ്റ്റേജിൽ നടക്കുന്നത്. ശ്രദ്ധിക്കണേ. അപ്പോൾ സെക്കൻഡ് റീഡിംഗ് ആണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നടപടികൾ ഉള്ള ഒരു സ്റ്റേജ്. ആദ്യത്തെ സ്റ്റേജിൽ ഒരു ഇൻട്രൊഡക്ഷൻ സ്റ്റേജാണ്, പ്രത്യേകിച്ച് ഡിസ്കഷനൊന്നുമില്ല. എന്നാൽ സെക്കൻഡ് സ്റ്റേജ് ആണ് ഈ ബില്ല് ശരിക്കും അതിൻ്റെ ഫൈനൽ ഷേപ്പിലേക്ക് എത്തിച്ചേർന്നത്. അതിനു വേണ്ടിയിട്ട് കടന്നുപോയ സ്റ്റേജുകളെല്ലാം നമ്മൾ കണ്ടു. അതിലെ കമ്മിറ്റി സ്റ്റേജ്, കൺസിഡറേഷൻ സ്റ്റേജ്, ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്. അതെല്ലാം കഴിഞ്ഞ് നേരെ മൂന്നാമത്തെ സ്റ്റേജിലേക്ക് വന്നു. മൂന്നാമത്തെ സ്റ്റേജിൽ എന്താ, അറ്റ് ദിസ് സ്റ്റേജ് എ ബ്രീഫ് ഡിസ്കഷൻ ടേക്സ് പ്ലേസ് ആൻഡ് എ ബിൽ ഈസ് ഫൈനലി അക്സെപ്റ്റഡ് ഓർ റിജക്ട്. ഇവിടെയാണ് ബില്ല് അംഗീകരിക്കുകയോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അവിടെ ഒരു അമെൻമെൻറ്റും അനുവദിക്കുന്നതല്ല. നോ അമെൻമെൻറ്റ്സ് ആർ അലൗഡ്. ക്ലിയർ ആയല്ലോ? അപ്പം 3 സ്റ്റേജായി. ഇനി 2 സ്റ്റേജ് കൂടെ ഉണ്ട്. ഇനി ബില്ല് പാസ്സായി എന്ന് വിചാരിക്കാം, റിജക്റ്റ് ചെയ്തില്ല, ബില്ല് പാസ്സായി. അപ്പോൾ അടുത്ത സ്റ്റേജ് എന്തായിരിക്കും? ബിൽ ഇൻ ദി സെക്കൻഡ് ഹൗസ്, രണ്ടാമത്തെ സഭയിലേക്ക് വന്നു. എക്സാമ്പിൾ, ലോകസഭയിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നടപടിക്രമങ്ങളെല്ലാം നടന്നത്. അപ്പോൾ അടുത്ത ആ ബിൽ എങ്ങോട്ടേക്ക് വരും? രാജ്യസഭയിലേക്ക്. ഇൻ ദി സെക്കൻഡ് ഹൗസ് ആൾസോ ദി ബിൽ പാസസ് ത്രൂ ദിസ് 3 സ്റ്റേജസ്. ഫസ്റ്റ് റീഡിംഗ്, സെക്കൻഡ് റീഡിംഗ്, തേർഡ് റീഡിംഗ്. നമ്മൾ നേരത്തെ കണ്ട എല്ലാ നടപടിക്രമങ്ങളും സെക്കൻഡ് സ്റ്റേജിനും ബാധകമാണ്, സെക്കൻഡ് ഹൗസിനും ബാധകമാണ്. അപ്പോൾ ഇൻ ദി സെക്കൻഡ് ഹൗസ് ആൾസോ ദി ബിൽ പാസസ് ത്രൂ ഓൾ ദി 3 സ്റ്റേജസ്. ഫസ്റ്റ് റീഡിംഗ്, സെക്കൻഡ് റീഡിംഗ് ആൻഡ് തേർഡ് റീഡിംഗ്, അല്ലേ? അത് തീർച്ചയായിട്ടും ഈ രണ്ടാമത്തെ ഹൗസിലും അത് ബാധകമാകും. ഇഫ് ദി ബിൽ ഈസ് പാസ്ഡ് ബൈ ബോത്ത് ദി ഹൗസ് ദി സെയിം സെൻഡ് ടു ദി പ്രസിഡന്റ് ഫോർ ഹിസ് അസെന്റ്. ഇവിടെ പാസ്സായി. ഇവിടെയും നേരത്തെ പറഞ്ഞ നടപടി, ഇവിടെ പ്രത്യേകിച്ച് ആ നടപടി ഇനി എടുത്ത് പറയേണ്ടതില്ല. അവിടെ എന്ത് നടന്നോ അതെല്ലാം ഇവിടെയും നടക്കും. അതെല്ലാം നടന്ന് സെക്കൻഡ് ഹൗസിലും ബില്ല് പാസ്സായി. അടുത്ത നടപടി എന്താണ്? സച്ച് ബിൽ ഈ സെൻഡ് ടു ദി പ്രസിഡന്റ് ഫോർ ഹിസ് അസെന്റ്. അപ്പോൾ നോക്കൂ, അവിടെ ഇനി നമുക്ക് പാസ്സായില്ലെങ്കിലോ, അത് നമ്മൾ നേരത്തെ പറഞ്ഞു അതിൻ്റെ ഉത്തരം. എങ്കിലും ഒന്നുകൂടെ പറയാം. പാസ്സായാൽ രാഷ്ട്രപതിക്ക് അയക്കണം. ഇഫ് ദർ ഈസ് എ ഡെഡ്ലോക്ക് ബിറ്റ്വീൻ ബോത്ത് ദി ഹൗസ് ഓഫ് പാർലമെന്റ്, ദി പ്രസിഡന്റ് ക്യാൻ സമ്മൺ എ ജോയിന്റ് സിറ്റിംഗ് ഓഫ് ബോത്ത് ദി ഹൗസസ്. നമ്മൾ പറഞ്ഞു അല്ലേ? ഇനി അത് അവിടെ പാസ്സായില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് സംയുക്ത സമ്മേളനം വിളിക്കാം. അത് ഇടയ്ക്ക് വെച്ച് പറഞ്ഞു. പാസ്സായാലോ ദി ബിൽ ക്യാൻ ബി പാസ്ഡ് ബൈ സിമ്പിൾ മെജോറിറ്റി ഇൻ ജോയിൻറ്റ് സിറ്റിംഗ്. ഇനി അവിടെയും ശ്രദ്ധിക്കുക, ജോയിൻറ്റ് സിറ്റിംഗ്. നിങ്ങൾക്കൊരു സംശയം തോന്നാം, ജോയിൻറ്റ് സിറ്റിങ്ങിൽ ഈ ബില്ല് ഏത് മെജോറിറ്റിയിലാണ് പാസ്സാക്കേണ്ടത്? സിമ്പിൾ മെജോറിറ്റി മതി. ഇവിടെ പറഞ്ഞതുപോലെ പറഞ്ഞാൽ മതി. അത് ജോയിൻറ്റ് സിറ്റിംഗ് എടുക്കുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമായി നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ അവിടെ പാസ്സായി. ജോയിൻറ്റ് സിറ്റിംഗ് ഒന്നും ആവശ്യം വന്നില്ല എന്ന് വിചാരിക്കുക. ബില്ല് പാസ്സായി. ഇനി അവസാനത്തെ 5ാമത്തെ സ്റ്റേജ് അപ്പോൾ എന്തായിരിക്കാം? അസെൻറ്റ് ഓഫ് ദി പ്രസിഡൻറ്റ്. പ്രസിഡൻറ്റിൻ്റെ അസെൻറ്റിലേക്ക് നമ്മൾ അയക്കുകയാണ്. അവിടെ പ്രസിഡൻറ്റിൻ്റെ അസെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ എവറി ബിൽ ആഫ്റ്റർ ബീയിങ് പാസ്ഡ് ബൈ ദി പാർലമെൻറ്റ് ഈസ് പ്രസൻറ്റ് ടു ദി presented to the president for his assent. After passing the bill by both the House of Parliament, such bill is sent to the president for his assent. ഇനി അസെൻറ്റിന് അയച്ചാൽ അസെൻറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ. There are 3 alternatives before the president. നമ്മൾ നേരത്തെ പറഞ്ഞു, he may give his assent to the bill, or he may withhold his assent, or he may return the bill for reconsideration of the parliament. അല്ലേ? അതായത് ആ ബില്ല് അസെൻറ്റിന് വേണ്ടിയിട്ട് പ്രസിഡൻറ്റിന് അസെൻറ്റിന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പ്രസിഡൻസ് ഹാസ് 3 ഓൾട്ടർനേറ്റീവ്സ്. അദ്ദേഹത്തിന് 3 ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. ഹി മേ ഗീവ് ഹിസ് അസെൻറ്റ്, അംഗീകാരം കൊടുക്കാം. ഹി മേ വിത്ത്ഹോൾഡ് ഹിസ് അസെൻറ്റ്, അംഗീകാരം കൊടുക്കാതിരിക്കാം. ഹി മേ റിട്ടേൺ ദി ബിൽ ഫോർ റീകൺസിഡറേഷൻ, പുനഃപരിശോധനയ്ക്ക് തിരിച്ചയക്കാം. ഇത് അദ്ദേഹത്തിന് ചെയ്യാവുന്ന വീറ്റോ പവറാണ്. If the president gives his assent to the bill becomes an act. ഇനി രാഷ്ട്രപതി അംഗീകാരം കൊടുത്തു എന്നിരിക്കട്ടെ, ആ ബിൽ എന്തായി മാറുന്നു? ആ ബില്ല് ആക്റ്റായി മാറുന്നു, ലോ ആയി മാറുന്നു. ഇങ്ങനെയാണ്
ഏത് ഓർഡിനറി ബില്ല് പാസ്സാക്കിയെടുക്കുന്നത്. ഒരുപാട് പോയിന്റുകൾ നമ്മളവിടെ പഠിച്ചു, ഭംഗിയായി പഠിച്ചു വെച്ചോളുക. ഇനി നമ്മൾ മണി ബില്ലും കൂടെ പറഞ്ഞിട്ട് നേരത്തെ പ്രൈവറ്റ് ബില്ലും പബ്ലിക് ബില്ലും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് പഠിച്ചതുപോലെ ഒരു കമ്പാരിസൺ നമുക്ക് ഇവിടെയും പഠിക്കാം. അപ്പം കൂടുതൽ വ്യക്തത വരും. മണി ബില്ലൂടെ പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ഒരു കമ്പാരിസണിലേക്ക് പോകാം. ഇനി മണി ബില്ലെന്ന് പറഞ്ഞാൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മണി ബിൽ ഈസ് ഡിഫൈൻഡ് ഇൻ ദി ആർട്ടിക്കിൾ 110 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയിലെ 110 ആർട്ടിക്കിളിലാണ് മണി ബില്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ആർട്ടിക്കിൾ റിലേറ്റിംഗ് ടു ദി മണി ബിൽ. മണി ബില്ലുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 110 110 ആർട്ടിക്കിളിലാണ്. ഇനി എന്തായി മണി ബില്ല്? ഇത് ശ്രദ്ധിച്ച് പഠിക്കണം. കാരണം ഇനി നമ്മളൊരു ഫിനാൻഷ്യൽ ബില്ല് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം വരും. രണ്ടിനെയും നമ്മൾ ധനകാര്യ ബില്ലെന്ന് പറയാം, അല്ലേ? ധനകാര്യവുമായി ബന്ധപ്പെട്ട ബില്ല് തന്നെയാണ് മണി ബില്ലും ഫിനാൻഷ്യൽ ബില്ലും. പിന്നെ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വ്യക്തതയോടെ പഠിച്ചു പോകണം. നോക്ക്, ഇവിടെ പറയുന്നുണ്ട് എ ബിൽ ഡീലിംഗ് വിത്ത് ഇമ്പോസിഷൻ അല്ലെങ്കിൽ അബോളിഷൻ, റെമിഷൻ, ഓൾട്ടറേഷൻ ഓർ റെഗുലേഷൻ ഓഫ് എനി ടാക്സ്. കേന്ദ്ര സർക്കാർ ഈടാക്കുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ് ഈടാക്കുന്ന നികുതി, അതെങ്ങനെയാണ് നികുതി ഇമ്പോസ് ചെയ്യേണ്ടത്, നികുതി അബോളിഷ് ചെയ്യേണ്ടത്, ഏതൊക്കെ നികുതികൾ ഒഴിവാക്കണം, അതെങ്ങനെയാണ് റെമിറ്റ് ചെയ്യേണ്ടത്, നികുതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം, എങ്ങനെയൊക്കെ അത് റെഗുലേറ്റ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് മണി ബില്ലിനെയാണ് മണി ബില്ലെന്ന് പറയുന്നത്. മാത്രമല്ല റെഗുലേറ്റിംഗ് ബോറോയിങ് പവർ ഓഫ് ദി സ്റ്റേറ്റ്. ഒരു സംസ്ഥാനങ്ങളുടെ ബോറോയിങ് പവർ എത്രത്തോളമായിരിക്കണം, സംസ്ഥാനങ്ങൾക്ക് കടമെടുക്കാവുന്ന എമൗണ്ടിൻ്റെ പരിധി എന്തായിരിക്കണം, ഓർ മാറ്റേഴ്സ് റിലേറ്റഡ് ടു കൺസോളിഡേറ്റഡ് ഫണ്ട് ആൻഡ് കണ്ടിജൻസി ഫണ്ട്. ഇതിനെയൊക്കെയാണ് മണി ബിൽ എന്ന് വിളിക്കുന്നത്. കൺസോളിഡേറ്റഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ സഞ്ചിത നിധി, കണ്ടിജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ കരുതൽ നിധി, രാഷ്ട്രപതിയുടെ അണ്ടറിലുള്ള, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് മുമ്പ്. അപ്പോൾ കൺസോളിഡേറ്റഡ് ഫണ്ടിൻ്റെയും കണ്ടിജൻസി ഫണ്ടുമായി ബന്ധപ്പെട്ട മാറ്റേഴ്സ്, സംസ്ഥാനങ്ങളുടെ ബോറോയിങ് പവേഴ്സുമായി ബന്ധപ്പെട്ടത്, ഒരു ടാക്സ് എങ്ങനെ ഇമ്പോസ് ചെയ്യണം, ആൾട്ടർ ചെയ്യണം, റെഗുലേറ്റ് ചെയ്യണം, റെമിറ്റ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ബന്ധപ്പെട്ട ബില്ലിനെയാണ് മണി ബില്ലെന്ന് വിളിക്കുന്നത്. ഇങ്ങനെ മാത്രം പറഞ്ഞാൽ മണി ബില്ലാവൂല. ഒരു പ്രധാനപ്പെട്ട പോയിന്റ് കൂടി പറയണം. ദി സ്പീക്കർ ഹാസ് ദി സ്പെഷ്യൽ പവർ ടു സർട്ടിഫൈ മണി ബിൽ. A bill becomes money bill only after certifying by the Speaker of Lok Sabha. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും who decides whether a bill is money bill or not. ഒരു ബില്ല്, ഒരു ഫിനാൻഷ്യൽ ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നതാര്? സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. Who decides a bill whether a bill is money bill or not? ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നതാര്? അത് സ്പീക്കറാണ്. അപ്പം ധനകാര്യവുമായി ബന്ധപ്പെട്ട ബില്ലുകൾ ഇത് മണി ബില്ലാണെന്ന് സ്പീക്കർ സർട്ടിഫൈ ചെയ്യുമ്പോഴാണ് മണി ബില്ലായി മാറുന്നത്. ബാക്കിയൊക്കെ അല്ലാത്ത ഫിനാൻഷ്യൽ ബില്ലായിട്ട് തന്നെ നിലനിൽക്കും. അപ്പോൾ ഏത് ബില്ലാണോ, ഏത് ധനകാര്യ ബില്ലിനെയാണോ മണി ബില്ലെന്ന് നമ്മുടെ സ്പീക്കർ സർട്ടിഫൈ ചെയ്യുന്നത്, ആ ബില്ലിനെയാണ് മണി ബില്ലെന്ന് വിളിക്കുന്നത്. അത് പ്രധാനമായിട്ട് ഏതൊക്കെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ. ടാക്സ് റെമിറ്റ് ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതും ഇമ്പോസ് ചെയ്യുന്നതും ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, സ്റ്റേറ്റ്സിൻ്റെ ബോറോയിങ് പവേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് പണം ചെലവഴിക്കുന്നതും അതിലേക്ക് പണം വരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കണ്ടിജൻസി ഫണ്ടിൽ നിന്ന് പണം ചെലവഴിക്കുന്ന കാര്യങ്ങൾ, ഇത്തരം മാറ്റേഴ്സുമായി ബന്ധപ്പെട്ട ബില്ലുകളെ വിളിക്കുന്ന പേരാണ് മണി ബില്ല്. സച്ച് ബിൽ മസ്റ്റ് ബി സർട്ടിഫൈഡ് ബൈ ദി സ്പീക്കർ ഓഫ് ലോക്സഭ. മണി ബില്ല് സർട്ടിഫൈ ചെയ്യേണ്ടത് ആരെന്ന് വെച്ചാൽ പ്രസിഡന്റിൽ നിന്നും പറഞ്ഞു കളയരുത്, അത് സ്പീക്കർ തന്നെയാണ്. ദി ഇൻട്രൊഡക്ഷൻ ഓഫ് മണി ബിൽ പ്രയർ റെക്കമെൻഡേഷൻ ഓഫ് ദി പ്രസിഡന്റ് ഈസ് നീഡഡ്.
എവിടെയാണ് മണി ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ പലതവണ പറഞ്ഞതാണ് മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺലി ഇൻ ലോക്സഭ, ഓൺലി വിത്ത് ദി പ്രയർ റെക്കമെൻഡേഷൻ ഓഫ് ദി പ്രസിഡന്റ്. രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതിയോടുകൂടി മാത്രമാണ് മണി ബിൽ അവതരിപ്പിക്കേണ്ടത് എവിടെയാണ്? ലോകസഭയിലാണ്. എ മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ലോക്സഭ ഓൺലി വിത്ത് ദി റെക്കമെൻഡേഷൻ ഓഫ് ദി പ്രസിഡന്റ്. മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ലോക്സഭ ബൈ എ മിനിസ്റ്റർ. അതുകൂടെ ഓർമ്മിച്ചോളുക. എ മിനിസ്റ്റർ ക്യാൻ ഇൻട്രൊഡ്യൂസ് മണി ബിൽ, നോ പ്രൈവറ്റ് മെമ്പർ ക്യാൻ ഇൻട്രൊഡ്യൂസ് മണി ബിൽ. മണി ബിൽ അവതരിപ്പിക്കുന്നത് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ബില്ലാണ്, തീർച്ചയായിട്ടും അതൊരു ഗവൺമെൻറ് ബില്ലാണ്. അപ്പോൾ എ മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺലി ബൈ ദി മിനിസ്റ്റർ. അപ്പോൾ അവിടെ നോക്കുക പോയിന്റ്, മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദി മിനിസ്റ്റർ. മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഓൺലി ഇൻ ലോക്സഭ. പിന്നെ ഫോർ ദി ഇൻട്രൊഡക്ഷൻ ഓഫ് മണി ബിൽ പ്രയർ റെക്കമെൻഡേഷൻ ഓഫ് ദി പ്രസിഡന്റ് ഈസ് നീഡഡ്. ഈ പോയിന്റുകളൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചോളുക. ലോക്സഭ ഹാസ് എക്സ്ക്ലൂസീവ് അതോറിറ്റി ഓവർ മണി ബിൽ. രാജ്യസഭയ്ക്ക് റോളില്ല. The Lok Sabha has exclusive authority to money bill. If the money bill is sent to Rajya Sabha, passed by Lok Sabha, the Rajya Sabha shall return the money bill within 14 days. നമ്മൾ പഠിച്ചതാണ്. അല്ലാതെ രാജ്യസഭയ്ക്ക് പ്രത്യേകിച്ച് റോളില്ല. ഒരു മണി ബില്ല് രാജ്യസഭയ്ക്ക് റിജക്റ്റ് ചെയ്യാനോ അമെൻഡ് ചെയ്യാനോ തടഞ്ഞു വയ്ക്കാനോ ഒന്നും അധികാരമില്ല. If a money bill is sent to Rajya Sabha, passed by Lok Sabha, the Rajya Sabha shall return the bill within 14 days. 14 ദിവസം വരെ കൈവശം വച്ചിരിക്കാനേ രാജ്യസഭയ്ക്ക് അധികാരമുള്ളൂ. ആ 14 ദിവസത്തിനുള്ളിൽ തിരിച്ചയച്ചിരിക്കണം എന്നാണ് നിയമം. തിരിച്ചയച്ചില്ലെങ്കിലോ? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചുകൂടെ? 14 ദിവസത്തിനുള്ളിൽ മണി ബില്ല് റിട്ടേൺ ചെയ്തില്ല ആര്? രാജ്യസഭ. എങ്കിൽ എന്താ സംഭവിക്കുന്നത്? അതർവൈസ് the bill will be deemed to be passed by both the house. കണ്ട കയ്യിൽ വെച്ചോളൂ. പക്ഷേ രാജ്യസഭയും ആ ബില്ല് പാസ്സായതായിട്ട് പരിഗണിക്കും. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കണം. If the money bill is not returned by രാജ്യസഭ within 14 days, the bill will be deemed to be passed by both the House of Parliament. 14 ദിവസത്തിനുള്ളിൽ രാജ്യസഭ മണി ബില്ല് തിരിച്ചയച്ചില്ല എങ്കിൽ ആ മണി ബില്ല് 2 സഭകളും പാസ്സാക്കിയതായി കണക്കാക്കപ്പെടും. രാജ്യസഭയുടെ പ്രത്യേക സഹായമൊന്നും വേണ്ട. മനസ്സിലാകുന്നുണ്ടല്ലോ? അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഒരുപാട് തവണ പരീക്ഷ ചോദിച്ചിട്ടുണ്ട്, എന്ത് സംഭവിക്കും, വാട്ട് ഹാപ്പൻഡ് ഇഫ് ദി മണി ബിൽ ഈസ് നോട്ട് റിട്ടേൺ ബൈ രാജ്യസഭ വിത്തിൻ 14 ഡേയ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദി ബിൽ വിൽ ബി ഡീംഡ് ടു ബി പാസ്ഡ് ബൈ ബോത്ത് ദി ഹൗസ് ഓഫ് പാർലമെൻറ്റ് എന്ന് നിങ്ങൾ ആൻസർ പറയണം. ക്ലിയർ അല്ലേ? ഇനി നോക്കൂ, വെൻ എ മണി ബിൽ ഈസ് സെൻഡ് ടു ദി പ്രസിഡന്റ് ഫോർ ഹിസ് അസെന്റ്, ഹി മേ ഐദർ ഹീവ് ഹിസ് അസെന്റ് ഓർ വിത്ത്ഹോൾഡ് ഹിസ് അസെന്റ്. ശ്രദ്ധിക്കണേ, ഒരു മണി ബില്ല് രാഷ്ട്രപതിയുടെ അസെന്റിനായി അയച്ചാൽ അദ്ദേഹത്തിന് മണി ബിൽ അംഗീകരിക്കാം അല്ലെങ്കിൽ അംഗീകരിക്കാതിരിക്കാം. സാധാരണ അംഗീകരിക്കുകയാണ് പതിവ്. അംഗീകരിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അദ്ദേഹത്തിന് അംഗീകാരം കൊടുക്കുന്നില്ല എന്ന് പറയാം. പക്ഷെ ഒരു കാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് അധികാരമില്ല. He cannot return the bill for reconsideration of Parliament. പാർലമെൻറ്റിന് തിരിച്ചയക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കില്ല. ഇത് ശ്രദ്ധിച്ച് ഈ പോയിന്റ് ശ്രദ്ധിക്കണം. When a money bill is sent to the president for his assent, he may either give his assent or withhold his assent. He cannot return the bill for reconsideration of Parliament. രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി ഒരു മണി ബില്ല് അയച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ മണി ബില്ല് തടഞ്ഞു വയ്ക്കാം, വേണമെങ്കിൽ അംഗീകാരം നൽകാം. ഒരു കാരണവശാലും പുനഃപരിശോധിക്കൂ എന്ന് പറഞ്ഞ് തിരിച്ചയക്കാറില്ല. വാസ്തവത്തിൽ സംഭവിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ മണി ബില്ല് രാഷ്ട്രപതിക്ക് അയച്ചു കൊടുത്താൽ അദ്ദേഹം അത് അപ്പോൾ തന്നെ അംഗീകാരം കൊടുക്കുകയാണ് സാധാരണ പതിവെന്ന് പറയുന്നത്. വിത്ത്ഹോൾഡ് ചെയ്യുക വളരെ അങ്ങനെ ചെയ്യാറില്ല. ഇതാണ്. പക്ഷേ ചെയ്യാനുള്ള അധികാരമുണ്ട്, റിട്ടേൺ ചെയ്യാനുള്ള അധികാരമില്ല എന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക. ഇതാണ് മണി ബില്ലുമായി ബന്ധപ്പെട്ടത്. ഇനി നോക്കൂ, നമ്മുടെ ഫിനാൻഷ്യൽ ബില്ല് എന്താണ് നമുക്ക് നോക്കാം. എന്താണ് ഫിനാൻഷ്യൽ ബില്ല്? മണി ബില്ലും പിന്നെ നമ്മുടെ എന്താണ് ഓർഡിനറി ബില്ലും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കാമെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അതൊന്ന് കമ്പയർ ചെയ്യാം. ഇപ്പോൾ ഫിനാൻഷ്യൽ ബില്ലെന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് പലർക്കും സംശയം. മണി ബില്ലല്ലേ ഫിനാൻഷ്യൽ ബില്ലെന്ന് പറഞ്ഞാൽ? അപ്പോൾ ഞാൻ ഒരു കാര്യം ആദ്യം പറയട്ടെ. ഓൾ മണി ബിൽസ് ആർ ഫിനാൻഷ്യൽ ബിൽ.
ബട്ട് ഓൾ ഫിനാൻഷ്യൽ ബിൽസ് ആർ നോട്ട് മണി ബിൽ. പറഞ്ഞ് മനസ്സിലായോ? എല്ലാ മണി ബില്ലും ധനകാര്യ ബില്ല് തന്നെയാണ്, പക്ഷെ എല്ലാ ഫിനാൻഷ്യൽ ബില്ലും മണി ബില്ലാകണമെന്നില്ല. എന്തുകൊണ്ട്? അത് മണി ബില്ലാകണമെങ്കിൽ ആര് സർട്ടിഫൈ ചെയ്യണം? അത് സ്പീക്കർ സർട്ടിഫൈ ചെയ്യണം. അപ്പോൾ സ്പീക്കർ സർട്ടിഫൈ ചെയ്യാത്ത ധനകാര്യ ബില്ലുകളെല്ലാം ഫിനാൻഷ്യൽ ബില്ലിൻ്റെ കാറ്റഗറിയിൽപ്പെട്ടതാണ്. ദേ ആർ നോട്ട് മണി ബില്ല്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഫിനാൻഷ്യൽ ബിൽസ് ആർ ദോസ് ബിൽസ് ഡീൽസ് വിത്ത് റവന്യൂ ഓർ എക്സ്പെൻഡിച്ചർ. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ റവന്യൂ എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ട ബില്ലുകൾ തന്നെയാണ് ഫിനാൻഷ്യൽ ബിൽ എന്ന് പറയുന്നത്. മറ്റത് നമ്മൾ പറഞ്ഞു ടാക്സ് കളക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടത്, അതും റവന്യൂ തന്നെയാണ്. എങ്കിലും നോക്കൂ, അത് പ്രത്യേക ഏരിയ പറഞ്ഞു നമ്മൾ. ടാക്സ് കളക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടത്, ബോറോയിങ് പവേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ്, അതുപോലെ തന്നെ പേയ്മെൻറ്റ് ഫ്രം കൺസോളിഡേറ്റഡ് ഫണ്ട്, കണ്ടിജൻസി ഫണ്ട് എക്സെട്ര എന്നൊക്കെ അവിടെ പറഞ്ഞത്. സച്ച് ബിൽസ് മസ്റ്റ് ബി സർട്ടിഫൈഡ് ബൈ ദി സ്പീക്കർ ഓഫ് ലോക്സഭ എന്ന് പറയും. ഇവിടെ നോക്കൂ, ഫിനാൻഷ്യൽ ബിൽസ് ആർ ദോസ് ബിൽസ് ദാറ്റ് ഡീൽ വിത്ത് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ. ഓൾ മണി ബിൽസ് ആർ ഫിനാൻഷ്യൽ ബിൽ, ബട്ട് ഓൾ ഫിനാൻഷ്യൽ ബിൽസ് ആർ നോട്ട് മണി ബിൽ. ക്ലിയർ അല്ലേ? നോക്കൂ, ഓൺലി ഫിനാൻഷ്യൽ ബിൽസ് ആർ മണി ബിൽസ് വിച്ച് കണ്ടെയ്ൻസ് exclusively those matters which are mentioned Article 110 of Constitution. Only those financial bills are money bills. ഫിനാൻഷ്യൽ ബില്ല് മണി ബില്ലാണെന്ന് നമുക്ക് പറയാൻ കഴിയുന്ന എപ്പോഴാണ്? വിച്ച് കണ്ടെയ്ൻസ് എക്സ്ക്ലൂസീവ്ലി ദോസ് മാറ്റേഴ്സ് വിച്ച് ആർ മെൻഷൻഡ് ഇൻ ദി ആർട്ടിക്കിൾ 110. 110 ആർട്ടിക്കിൾ 110 സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് മണി ബില്ലാകാൻ എന്തൊക്കെ യോഗ്യതകളാണ് ഒരു ഫിനാൻഷ്യൽ ബില്ലിന് വേണ്ടത്. അതുള്ളെങ്കിൽ മാത്രമേ ആ ഫിനാൻഷ്യൽ ബില്ല് എന്താവുള്ളൂ? മണി ബില്ലാവുള്ളൂ. ഓൺലി ദോസ് ഫിനാൻഷ്യൽ ബിൽസ് ആർ മണി ബിൽസ് വിച്ച് കണ്ടെയ്ൻസ് എക്സ്ക്ലൂസീവ്ലി ദോസ് മാറ്റേഴ്സ് വിച്ച് ആർ മെൻഷൻഡ് ഇൻ ദി ആർട്ടിക്കിൾ 110. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ടാക്സുമായി ബന്ധപ്പെട്ടത് കാര്യങ്ങൾ കുറേ പറഞ്ഞില്ലേ. ആ കാര്യങ്ങളൊക്കെയാണ് 110 ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്നത്. ആ ഫിനാൻഷ്യൽ ബില്ലെല്ലാം മണി ബില്ലാണ്. ദീസ് ആർ ആൾസോ സർട്ടിഫൈഡ് ബൈ സ്പീക്കർ ഓഫ് ലോക്സഭ ആസ് മണി ബില്ല്. ആ 110 ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യമാണെങ്കിലും ആ ബില്ലിന് മണി ബില്ലാണെന്ന് ആര് സർട്ടിഫൈ ചെയ്തിരിക്കണം? സ്പീക്കർ ഓഫ് ലോക്സഭ സർട്ടിഫൈ ചെയ്തിരിക്കണം. ക്ലിയർ ആയോ? ഇനി ഓർഡിനറി ബില്ലും മണി ബില്ലും തമ്മിൽ ഒരു ക്ലാസിഫിക്കേഷൻ. ഇനി ഒരു ബില്ലൂടെ ഉണ്ട്, അതേതാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ബില്ല്. അതിലേക്ക് വരാം. എങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് പോകാം. നോക്കൂ, ഓർഡിനറി ബില്ല് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഓർഡിനറി ബില്ല് ഇറ്റ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് എയ്തർ ഇൻ ലോക്സഭ ഓർ രാജ്യസഭ, അല്ലേ? രാജ്യസഭയിലോ ലോക്സഭയിലോ അവതരിപ്പിക്കാം ഓർഡിനറി ബില്ല്. ബട്ട് മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺലി ഇൻ ലോക്സഭ. മണി ബില്ല് എവിടെ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ? ലോകസഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് നോക്കൂ, ഓർഡിനറി ബില്ല് ഇറ്റ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് എയ്തർ ബൈ എ മിനിസ്റ്റർ ഓർ എ പ്രൈവറ്റ് മെമ്പർ. ഓർഡിനറി ബില്ല് അങ്ങനെയല്ലേ? ഒരു മിനിസ്റ്ററിനോ പ്രൈവറ്റ് മെമ്പറിനോ അവതരിപ്പിക്കാം. ഇതെല്ലാം പഠിച്ചു വയ്ക്കണം. എന്നാൽ ഇറ്റ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺലി ഓൺ ദി ഇറ്റ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺലി ബൈ എ മിനിസ്റ്റർ. മണി ബില്ല് അവതരിപ്പിക്കുന്നത് മിനിസ്റ്റർ മാത്രം. എക്സാമ്പിൾ ഏതാണ്? ഇപ്പോൾ ലോക്സഭയിൽ ബജറ്റ് അവതരിപ്പിക്കുന്നത്. ബജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മണി ബില്ലാണ്. ബജറ്റ് ഒരു പ്രൈവറ്റ് മെമ്പർക്ക് അവതരിപ്പിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അത് ആർക്കേ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ? ഒരു മിനിസ്റ്ററിനെ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. അടുത്ത ഓർഡിനറി ബില്ല് ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് വിത്തൗട്ട് ദി റെക്കമെൻഡേഷൻ ഓഫ് ദി പ്രസിഡന്റ്. രാഷ്ട്രപതിയുടെ റെക്കമെൻഡേഷൻ ഇല്ലാതെ തന്നെയാണ് ഓർഡിനറി ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നത്. പക്ഷെ മണി ബില്ലോ ഇറ്റ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺലി വിത്ത് ദ റെക്കമെൻഡേഷൻ ഓഫ് ദി പ്രസിഡന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ മണി ബില്ല് ഇറ്റ് ക്യാൻ ബി amended or rejected by ordinary bill it can be amended or rejected by രാജ്യസഭ. ലോക്സഭ പാസ്സാക്കിയിട്ട് രാജ്യസഭയ്ക്ക് അയച്ച ഒരു ഓർഡിനറി ബില്ലാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി റിജക്റ്റഡ് ഓർ അമെൻഡഡ് ബൈ രാജ്യസഭ. അത് ഭേദഗതി നിർദ്ദേശിക്കാം, അത് റിജക്റ്റ് ചെയ്യാം. രാജ്യസഭയ്ക്ക് അംഗീകരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാൽ മണി ബില്ലിൻ്റെ കാര്യത്തിലോ ഇറ്റ് കനോട്ട് ബി അമെൻഡഡ് ഓർ റിജക്റ്റഡ് ബൈ ദി രാജ്യസഭ. രാജ്യസഭയ്ക്ക് അത് റിജക്റ്റ് ചെയ്യാനോ അമെൻഡ് ചെയ്യാനോ അധികാരമില്ല. 14 ദിവസം വരെ കൈവശം വെച്ചിട്ട് തിരിച്ചയച്ചു കൊടുക്കുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ ആ ബില്ല് 2 സഭകളും അംഗീകരിച്ചതായി കണക്കാക്കും എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. അടുത്ത് നോക്കൂ, ഇത് ഏതാണ്? ഇത് ഓർഡിനറി ബില്ലാണ്. ഇറ്റ് ക്യാൻ ബി
ഡീറ്റൈൻഡ് ബൈ രാജ്യസഭ ഫോർ മാക്സിമം പീരീഡ് ഓഫ് 6 months. ഒരു ലോക്സഭ പാസ്സാക്കിയ ഒരു ഒരു ഓർഡിനറി ബില്ല് രാജ്യസഭയിലേക്ക് അയച്ചു കൊടുത്താൽ രാജ്യസഭയ്ക്ക് 6 മാസം വരെ അത് കൈവശം വയ്ക്കാൻ തീരുമാനമെടുക്കാതെ. എന്നാൽ മണി ബില്ലിൻ്റെ കാര്യത്തിലോ 14 ദിവസത്തിനുള്ളിൽ തിരിച്ചയക്കണം. അപ്പോൾ ഓർഡിനറി ബിൽ ക്യാൻ ബി ഡീറ്റൈൻഡ് ബൈ ദി രാജ്യസഭ ഫോർ എ മാക്സിമം പീരീഡ് ഓഫ് 6 months, ബട്ട് മണി ബിൽ ക്യാൻ ബി ഡീറ്റൈൻഡ് ബൈ രാജ്യസഭ ഫോർ എ മാക്സിമം പീരീഡ് ഓഫ് 14 days only. അടുത്ത് നോക്കൂ, ഓർഡിനറി ബില്ലാണ്. ഇറ്റ് ഡസ് നോട്ട് റിക്വയർ ദ സർട്ടിഫിക്കേഷൻ ഓഫ് സ്പീക്കർ വെൻ ട്രാൻസ്മിറ്റഡ് ടു രാജ്യസഭ. ഇറ്റ് ഡസ് നോട്ട് റിക്വയർ ദി സർട്ടിഫിക്കേഷൻ ഓഫ് ദി സ്പീക്കർ വെൻ ട്രാൻസ്മിറ്റഡ് ടു രാജ്യസഭ. ലോകസഭ പാസ്സാക്കിയ ഒരു ബില്ല് രാജ്യസഭയിലേക്ക് അയച്ചു കൊടുക്കാൻ സ്പീക്കറുടെ പ്രത്യേക സർട്ടിഫിക്കേഷൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാൽ മണി ബില്ലിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇറ്റ് റിക്വയേഴ്സ് ദി സർട്ടിഫിക്കേഷൻ ഓഫ് സ്പീക്കർ വെൻ ട്രാൻസ്മിറ്റ് ടു രാജ്യസഭ. മണി ബില്ല് ലോക്സഭ പാസ്സാക്കിയിട്ട് രാജ്യസഭയിലേക്ക് അയച്ചു കൊടുക്കാൻ സ്പീക്കറുടെ സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ്, സാങ്ഷൻ അത്യാവശ്യമാണ്. നോക്കൂ അടുത്തത് നമ്മുടെ ഓർഡിനറി ബില്ല്. ഇറ്റ് ക്യാൻ ബി റിജക്റ്റഡ്, അപ്രൂവ്ഡ് ഓർ റിട്ടേൺഡ് ഫോർ റീകൺസിഡറേഷൻ ബൈ ദി പ്രസിഡന്റ്. ഓർഡിനറി ബില്ലാണെങ്കിൽ 3 കാര്യങ്ങൾ രാഷ്ട്രപതിക്ക് ചെയ്യാം. ഇറ്റ് ക്യാൻ ബി റിജക്റ്റഡ്, അപ്രൂവ്ഡ്, റിട്ടേൺ. ഇറ്റ് ക്യാൻ ബി, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഹി മേ ഗീവ് ഹിസ് അസെന്റ്, ഹി മേ വിത്ത്ഹോൾഡ് ഹിസ് അസെന്റ്, ഹി മേ റിട്ടേൺ ഫോർ ദി ബിൽ ഫോർ റീകൺസിഡറേഷൻ. ഇതെല്ലാം ഓർഡിനറി ബില്ലിൻ്റെ കാര്യത്തിൽ ചെയ്യാം. എന്നാൽ മണി ബില്ലാണെങ്കിലോ മണി ബിൽ ക്യാൻ ബി അപ്രൂവ്ഡ് ബട്ട് കനോട്ട് ബി റിട്ടേൺ ഫോർ റീകൺസിഡറേഷൻ ഓഫ് പാർലമെൻറ്റ്. ഇത് വേണമെങ്കിൽ അപ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ അപ്രൂവ് ചെയ്യാതിരിക്കാം, പക്ഷെ ഒരിക്കലും അത് റീകൺസിഡറേഷന് വേണ്ടിയിട്ട് തിരിച്ചയക്കാൻ കഴിയില്ല മണി ബില്ലിൻ്റെ കാര്യത്തിൽ. ക്ലിയർ അല്ലേ? ഇനി ഒറ്റ ബില്ല് കൂടിയല്ലേ ഉള്ളൂ, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ബില്ല്, ഭരണഘടനാ ഭേദഗതി ബില്ല്. ആ ഭേദഗതി എന്ന് പറയുമ്പോഴേ മനസ്സിൽ വരേണ്ട ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 368. ഒരിക്കലും മറക്കരുത്. ആർട്ടിക്കിൾ റിലേറ്റിംഗ് ടു അമെൻമെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്ടിക്കിൾ 368, അതും കൂടെ മനസ്സിലിട്ടോളൂ. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ബില്ല്? എ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ബിൽ ഈസ് എ പ്രപ്പോസ്ഡ് ലോ introduced in the parliament to alter existing provision of the constitution. അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ല് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദി പാർലമെൻറ്റ് ഫോർ altering its existing provision എന്ന് പറയുമ്പോൾ ഫോർ ആഡിങ് സംതിങ് to the constitution or deleting something from constitution or altering something included in the constitution. ഭരണഘടനയിൽ ഉൾപ്പെട്ടതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലോ നിലവിലുള്ള ഏതെങ്കിലും പ്രൊവിഷൻ ഒഴിവാക്കണമെങ്കിലോ പുതിയ ഏതെങ്കിലും ഒരു പ്രൊവിഷൻ ഉൾപ്പെടുത്തണമെങ്കിലോ ആണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് നടക്കേണ്ടത്. ഭരണഘടനാ ഭേദഗതി ആർട്ടിക്കിൾ 368 പ്രകാരം നടക്കുന്നത്. നോക്കൂ, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ എ മിനിസ്റ്റർ ഓർ എ പ്രൈവറ്റ് മെമ്പർ. ഓർഡിനറി ബില്ലിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഓർത്തോളുക. മിനിസ്റ്ററിന് തന്നെ അവതരിപ്പിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് തെറ്റിക്കുന്നതാണ് പലരും. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ബില്ലല്ലേ, അപ്പോൾ ഒരു മിനിസ്റ്ററല്ലേ ഇത് അവതരിപ്പിക്കേണ്ടത്? നിർബന്ധമൊന്നുമില്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ എ മിനിസ്റ്റർ ഓർ എ പ്രൈവറ്റ് മെമ്പർ ഇൻ എയ്തർ ഹൗസ് ഓഫ് പാർലമെൻറ്റ്. പാർലമെൻറ്റിലെ ഏതെങ്കിലും ഒരു സഭയിൽ ഏതെങ്കിലും ഒരു അംഗത്തിന് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബിൽ അവതരിപ്പിക്കാവുന്നതാണ്. ദി ബിൽ നീഡ് ടു പാസ് ബൈ സ്പെഷ്യൽ മെജോറിറ്റി ഇൻ ഹൗസ്. നോക്ക്, ഇതിന് അവതരണത്തിന് പ്രസിഡൻറ്റിൻ്റെ പ്രത്യേക സാങ്ഷൻ ഒന്നും വേണ്ട അവതരിപ്പിക്കുന്നതിന്. ദി ബിൽ നീഡ്സ് ടു ബി പാസ്ഡ് ബൈ സ്പെഷ്യൽ മെജോറിറ്റി ഇൻ ഈച്ച് ഹൗസ്. ഓരോ സഭയും 2/3 ഭൂരിപക്ഷത്തിൽ പാസ്സാക്കിയിരിക്കണം. അത് നിർബന്ധമാണ്. ബില്ലൊരു മന്ത്രിക്കോ പ്രൈവറ്റ് മെമ്പറിനോ അവതരിപ്പിക്കാം, രാഷ്ട്രപതിയുടെ പ്രത്യേക അനുമതി കൂടാതെ തന്നെ അവതരിപ്പിക്കാം. അവതരിപ്പിക്കുന്നതിനാണ്, പാസ്സാക്കി കഴിഞ്ഞാൽ വേണം അവതരിപ്പിക്കാം. എന്നാൽ ബിൽ നീഡ്സ് ടു ബി പാസ്ഡ് ബൈ സ്പെഷ്യൽ മെജോറിറ്റി ഇൻ ഈച്ച് ഹൗസ്. ഓരോ ഹൗസിലും സ്പെഷ്യൽ മെജോറിറ്റി നിർബന്ധമായി ഉണ്ടായിരിക്കണം, എന്നാലേ ഈ ബില്ല് പാസ്സാക്കാൻ പറ്റുള്ളൂ. ഇഫ് ദി അമെൻമെൻറ്റ് അഫക്ട്സ് ദി ഫെഡറൽ പ്രൊവിഷൻ, നമ്മൾ സ്ഥിരം പറയുന്ന കാര്യമാണ്. ഇഫ് ദി അമെൻമെൻറ്റ് അഫക്ട്സ് ഫെഡറൽ പ്രൊവിഷൻ ഇറ്റ് മസ്റ്റ് ആൾസോ ബി റാക്ടിഫൈഡ് by at least half of the state legislatures by simple majority. ഇനി ബില്ല് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ല് കൊണ്ടുവന്നത് ഫെഡറൽ സ്വഭാവത്തിൽ മാറ്റം വരുത്താനാണെങ്കിൽ
ഇരു സഭകളും സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാക്കിയാൽ മാത്രം പോരാ, ഇറ്റ് മസ്റ്റ് ബി റാക്ടിഫൈഡ് ബൈ അറ്റ്ലീസ്റ്റ് ഹാഫ് ഓഫ് ദി സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് ബൈ സിമ്പിൾ മെജോറിറ്റി. ആ സംസ്ഥാന നിയമസഭകൾ സിമ്പിൾ മെജോറിറ്റി പാസ്സാക്കിയാൽ മതി. പക്ഷേ സംസ്ഥാന നിയമസഭകളിൽ പകുതിയെങ്കിലും ഈ ബില്ലിന് അനുകൂലിച്ച് സപ്പോർട്ട് ചെയ്തിരിക്കണം എന്ന് നിർബന്ധമാണ്. ഏത് കാര്യമാണെങ്കിൽ ദി അമെൻമെൻറ്റ് അഫക്ട്സ് ഫെഡറൽ പ്രൊവിഷൻസ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അമെൻമെൻറ്റ് നിർബന്ധമായി പഠിക്കണം. ആഫ്റ്റർ പാസിംഗ് ബോത്ത് ദി ഹൗസസ് ദി ബിൽ ഈസ് പ്രസൻറ്റ് ടു ദി പ്രസിഡൻറ്റ് ഫോർ ഹിസ് അസെൻറ്റ്. ഇനി രണ്ട് സഭകളും പാസ്സാക്കി, ഇനി നമ്മുടെ ഫെഡറൽ പ്രൊവിഷനെ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ സ്റ്റേറ്റിൻ്റെ പകുതി അപ്രൂവലും കിട്ടി. അങ്ങനെ ബില്ല് ശരിക്ക് പാസ്സാക്കി കഴിഞ്ഞു. ആ ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് അയച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? It made it obligatory for the president to give his assent to the constitutional amendment bill. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയിരിക്കണം. നമ്മൾ പഠിച്ചതാണ് പല ഘട്ടങ്ങളിൽ ആ അമെൻമെൻറ്റ്. വിച്ച് അമെൻമെൻറ്റ് ആക്ട് made it obligatory for the president to give his assent to the constitutional amendment bill എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 24th Amendment Act of 1971. 24th Amendment Act of 1971. ക്ലിയർ ആയില്ലേ? There is no provision for joint sitting of both the house in the case of disagreement. നമ്മൾ പഠിച്ച കാര്യമാണ്. In the case of a constitutional amendment bill, if it is not passed by both the House of Parliament with a special majority, there is no scope of joint sitting. Joint sitting is not applicable in the case of കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ബില്ല്. രണ്ട് സഭകളും 3/2 ഭൂരിപക്ഷത്തിൽ പാസ്സാക്കണം നിർബന്ധമായിട്ട്. പിന്നെ എങ്ങനെ അവിടെ ജോയിൻറ്റ് സിറ്റിംഗ് വിളിക്കും? ജോയിൻറ്റ് സിറ്റിംഗ് എന്ന ഏർപ്പാടേ അവിടെ ഇല്ല. അത് ഓർത്ത് വെച്ചുകൊള്ളുക. സുഹൃത്തുക്കളെ, ബില്ലുകൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നന്നായി മനസ്സിലാക്കി വെക്കണം. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആദ്യം മെയിനായിട്ടുള്ള 2 കാറ്റഗറി നമ്മൾ പറഞ്ഞു, പ്രൈവറ്റ് ബില്ലും പബ്ലിക് ബില്ലും. പിന്നെ അതിനകത്ത് വരുന്ന 4 പ്രധാനപ്പെട്ട ബില്ലുകൾ, ഓർഡിനറി ബില്ല്, മണി ബില്ല്, ഫിനാൻഷ്യൽ ബില്ല്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ല്, അതെങ്ങനെയാണ് പാസ്സാക്കിയെടുക്കുന്നതെന്നൊക്കെ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തു. ഇതിൻ്റെ ഈ വീഡിയോ ക്ലാസ്സിൻ്റെ അവസാന ഭാഗമായിട്ട് ഒരു കുഞ്ഞു ടോപ്പിക്ക് കൂടി ഞാനിവിടെ ഡിസ്കസ് ചെയ്യുകയാണ്. ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് പാർലമെൻറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കും. കാരണം ഈ ഒരു ടേം നമ്മൾ പല സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കുക. ജോയിൻറ്റ് സിറ്റിംഗ് ഈസ് ആൻ എക്സ്ട്രാ ഓർഡിനറി മെഷീനറി പ്രൊവൈഡഡ് ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ ടു റിസോൾവ് ഡെഡ്ലോക്ക് ബിറ്റ്വീൻ ബോത്ത് ദി ഹൗസ് ഓഫ് പാർലമെൻറ്റ് ഓവർ ദി പാസേജ് ഓഫ് എ ബിൽ. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ്. ഒരു ബില്ല് പാസ്സാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇരു സഭകളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ട്രാ ഓർഡിനറി ഒരു മെക്കാനിസമായിട്ടാണ് നമ്മൾ ജോയിൻറ്റ് സിറ്റിംഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ബില്ല് പാസ്സാക്കുന്ന കാര്യത്തിൽ ഇരു സഭകളും തമ്മിൽ ക്ലാഷ് ആകുമ്പോൾ, ഡെഡ്ലോക്ക് ഉണ്ടാകുമ്പോൾ അത് റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജോയിൻറ്റ് സിറ്റിംഗ് വിളിക്കുന്നത്. ഇഫ് ദർ ഈസ് എ ഡിസഗ്രിമെൻറ്റ് ബിറ്റ്വീൻ 2 houses of parliament over a bill, or if second house does not take any action on the bill for 6 months. കണ്ടോ, നമ്മൾ ഏതെങ്കിലും ഒരു ബില്ല് പാസ്സാക്കുന്നതിന് 2 സഭകളും തമ്മിൽ ഡിസഗ്രിമെൻ്റ് ഉണ്ടായി, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ, ഓർഡിനറി ബില്ലാണെങ്കിൽ പാസ്സായി കഴിഞ്ഞാൽ 6 മാസത്തിനകം അടുത്ത സഭയും പാസ്സാക്കണം. അങ്ങനെ പാസ്സായില്ലെങ്കിൽ ദി പ്രസിഡന്റ് ക്യാൻ സമൺ ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് 2 houses of parliament അണ്ടർ ആർട്ടിക്കിൾ 108, 108-ാം വകുപ്പ് പ്രകാരം. ഭരണഘടനയിലെ 108-ാം വകുപ്പ് പ്രകാരം ആണ് ജോയിൻറ്റ് സിറ്റിംഗ് വിളിക്കുന്നത്. രാഷ്ട്രപതി ജോയിൻറ്റ് സിറ്റിംഗ് വിളിക്കുകയാണ് 108-ാം വകുപ്പ് പ്രകാരം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരും. ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഹൂ സമൺ ദി ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് പാർലമെൻറ്റ്. ഫസ്റ്റ് ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് പാർലമെൻറ്റ്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ശ്രദ്ധിക്കുക. ഹൂ സമൺസ് ദി ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് പാർലമെൻറ്റ്? സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടുന്നതാര്? ഒരു സംശയം വേണ്ട, ദി പ്രസിഡന്റ്. തിരിഞ്ഞു പോകരുത്, അധ്യക്ഷത വഹിക്കുന്ന വേറെ ആളാണ്, വിളിച്ചുകൂട്ടുന്നത് പ്രസിഡന്റ്. ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഹൂ സമൺ ദി ഫസ്റ്റ് ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് പാർലമെൻറ്റ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്.
ഇൻ 1961 ഫസ്റ്റ് ജോയിൻറ്റ് സിറ്റിംഗ് നടന്നത് 1961 ആണ്, 1961 ജോയിൻറ്റ് സിറ്റിംഗ് ഈസ് പ്രിസൈഡഡ് ഓവർ ബൈ ഹൂം എന്ന് ചോദിച്ചാൽ അത് സ്പീക്കർ ഓഫ് ലോക്സഭ. ഹൂ പ്രിസൈഡ്സ് ഓവർ ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് പാർലമെൻറ്റ്? സ്പീക്കർ ഓഫ് ലോക്സഭ. ഹൂ സമൺസ് ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് പാർലമെൻറ്റ്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഫസ്റ്റ് പ്രസിഡന്റ് ഹൂ സമൺ ദി ജോയിൻറ്റ് സിറ്റിംഗ് ഇൻ ഇന്ത്യ ദെൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ആദ്യത്തെ രാഷ്ട്രപതി തന്നെയാണ്. 61 62 വരെ അദ്ദേഹമായിരുന്നല്ലോ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നത്. ഇനി ജോയിൻറ്റ് സിറ്റിംഗ് ഈസ് പ്രിസൈഡഡ് ഓവർ ബൈ ദി സ്പീക്കർ ഓഫ് ലോക്സഭ. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ചോദ്യം വരും, ഫസ്റ്റ് സ്പീക്കർ ഹൂ പ്രിസൈഡഡ് ഓവർ ദി ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് പാർലമെൻറ്റ്? M.A. അയ്യങ്കാർ. 61 കാര്യമാണ് പറയുന്നത്. M.A. അയ്യങ്കാർ, M. അനന്തശയനം അയ്യങ്കാർ, M. അനന്തശയനം അയ്യങ്കാർ, M.A. അയ്യങ്കാർ. എവിടെയെങ്കിലും ഈ പേര് കേട്ടിട്ടുണ്ടോ? ഫസ്റ്റ് ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ലോക്സഭ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഫസ്റ്റ് ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ലോക്സഭ അദ്ദേഹം ആണ്. അത് ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു. പിന്നെ GV മൗലങ്കറുടെ മരണശേഷം അദ്ദേഹം സ്പീക്കറായി. ആ സമയത്താണ് അദ്ദേഹം ഈ ജോയിൻറ്റ് സിറ്റിങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇൻ ദി ആബ്സെൻസ് ഓഫ് സ്പീക്കർ ഓഫ് ലോക്സഭ ദി ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ലോക്സഭ പ്രിസൈഡ്സ് ഓവർ ദി ജോയിൻറ്റ് സിറ്റിംഗ്. അപ്പോൾ സ്പീക്കർ ഓഫ് ലോക്സഭ ഇൻ ഹിസ് ആബ്സെൻസ് ഡെപ്യൂട്ടി സ്പീക്കർ, ആൻഡ് ഇഫ് ഹീസ് ആബ്സെൻറ്റ്, അദ്ദേഹം ആബ്സെൻ്റ് ആണെങ്കിലോ ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ പ്രിസൈഡ്സ് ഓവർ ജോയിൻറ്റ് സിറ്റിംഗ്. അപ്പോൾ നോക്കൂ, ഹൂ പ്രിസൈഡ്സ് ഓവർ ജോയിൻറ്റ് സിറ്റിംഗ് എന്ന് വെച്ചാൽ സംശയമൊന്നും വേണ്ട, സ്പീക്കർ ഓഫ് ലോക്സഭ. ഇൻ ദി ആബ്സെൻസ് ഓഫ് സ്പീക്കർ ഓഫ് ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ. ഇൻ ദി ആബ്സെൻസ് ഓഫ് സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ, രണ്ട് സഭകളും കൂടെ കൂടുന്നതല്ലേ? ഇതുവരെ നമ്മൾ ആദ്യത്തെ ലോക്സഭയ്ക്കല്ലേ അവസരം കൊടുത്തത്, ഇനി രാജ്യസഭയും കൂടെ ഒരു അവസരം കൊടു. ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ പ്രിസൈഡ്സ് ഓവർ ദി ജോയിൻറ്റ് സിറ്റിംഗ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇഫ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ ഈസ് ആൾസോ ആബ്സെൻറ്റ്. ഇനി നോക്കൂ, സ്പീക്കറില്ല, ഡെപ്യൂട്ടി സ്പീക്കറില്ല, ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭയും ഇല്ല എങ്കിൽ such other person as may determined by the members present at the joint sitting presides over meeting. അങ്ങനെയാണെങ്കിൽ ജോയിൻറ്റ് സിറ്റിംഗ് വിളിക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഇവരെ ആരുമില്ല എങ്കിൽ ആ മെമ്പേഴ്സ് തന്നെ അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കും ജോയിൻറ്റ് സിറ്റിങ്ങിൻ്റെ ആരായിട്ട്, അധ്യക്ഷനായിട്ട്, അങ്ങനെ ഒരാൾ. അപ്പോൾ ഇൻ ദി ആബ്സെൻസ് ഓഫ് സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ, എന്താ സംഭവിക്കുന്നത്? സച്ച് അതർ പേഴ്സൺ സച്ച് മേ ബി ഡിറ്റർമൈൻഡ് ബൈ ദി മെമ്പേഴ്സ് പ്രസൻറ്റ് അറ്റ് ജോയിൻറ്റ് സിറ്റിംഗ് പ്രിസൈഡ്സ് ഓവർ ദി മീറ്റിംഗ്. ആ മെമ്പേഴ്സ് തീരുമാനിക്കുന്ന ഒരു വ്യക്തി, അവരിൽ നിന്നൊരു വ്യക്തി ആ ജോയിൻറ്റ് സിറ്റിങ്ങിൻ്റെ അധ്യക്ഷനായി മാറും. ഇനി ജോയിൻറ്റ് സിറ്റിങ്ങിൻ്റെ കോറം എത്രയാണ്? ദി കോറം ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ ജോയിൻറ്റ് സിറ്റിംഗ്. കോറം മീൻസ് മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് റിക്കോർഡ് ടു ഫോം എ മീറ്റിംഗ്. ഒരു മീറ്റിംഗ് കൂടാൻ വേണ്ടുന്ന കുറഞ്ഞ അംഗസംഖ്യ. ജോയിൻറ്റ് സിറ്റിങ്ങിന് വേണ്ടുന്ന ഏറ്റവും കുറഞ്ഞ അംഗസംഖ്യ എത്രയെന്ന് വെച്ചാൽ 1/10 ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് 2 ഹൗസസ്. 2 ഹൗസും കൂടി ഒരുമിച്ച് കൂടുമ്പോൾ ആ 2 ഹൗസിൻ്റെയും ടോട്ടൽ മെമ്പർ എടുത്തിട്ട് അതിലെ 10-1 അംഗങ്ങൾ ഉണ്ടെങ്കിലേ എന്താവും ജോയിൻറ്റ് സിറ്റിങ്ങിൽ ജോയിൻറ്റ് സിറ്റിംഗ് കൂടാനുള്ള കുറഞ്ഞ അംഗസംഖ്യയാവുള്ളൂ. അപ്പോൾ 2 ഹൗസിലെയും മൊത്തം അംഗങ്ങളുടെ 10-1 പേരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ജോയിൻറ്റ് സിറ്റിംഗ് കൂടാൻ കഴിയുള്ളൂ. ഇതൊക്കെ ചോദിക്കും പരീക്ഷയ്ക്ക്. ഇനി അവിടെ ദി മെജോറിറ്റി റിക്കോർഡ് ടു പാസ് എ ബിൽ ഇൻ ജോയിൻറ്റ് സിറ്റിംഗ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് സിമ്പിൾ മെജോറിറ്റി. അവിടെ കൂടി വോട്ട് ചെയ്യുന്നവരുടെ 50% കൂടുതൽ. സിമ്പിൾ മെജോറിറ്റി ഈസ് സഫിഷ്യൻറ്റ് ടു പാസ് എ ബിൽ ഇൻ ജോയിൻറ്റ് സിറ്റിംഗ്. സിമ്പിൾ മെജോറിറ്റി മീൻസ് മെജോറിറ്റി ഓഫ് മോർ ദാൻ 50% ഓഫ് ദി മെമ്പേഴ്സ് പ്രസൻറ്റിംഗ് ഇൻ ദി ഹൗസ് ആൻഡ് വോട്ടിംഗ്. സഭയിൽ പങ്കെടുത്ത് വോട്ട് ചെയ്യുന്നവരുടെ 50% കൂടുതലുണ്ട് എങ്കിൽ ആ ജോയിൻറ്റ് സിറ്റിങ്ങിൽ ഒരു ബില്ല് പാസ്സാക്കാം. ജോയിൻറ്റ് സിറ്റിംഗ് ഈസ് ഗവേൺഡ് ബൈ ദി റൂൾസ് ഓഫ് പ്രൊസീജിയർ ഓഫ് ലോക്സഭ ആൻഡ് നോട്ട് ഓഫ് രാജ്യസഭ. ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ് കേട്ടോ. ഈ ജോയിൻറ്റ് സിറ്റിംഗ് നടക്കുമ്പം അത് ഏത് സഭയുടെ പ്രൊസീജിയർ അനുസരിച്ചാണ് ജോയിൻറ്റ് സിറ്റിംഗ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ ലോകസഭയിലെ പ്രൊസീജിയറാണ് എടുക്കുന്നത്, രാജ്യസഭയുടെ അല്ല. 2 സഭകളും കൂടുന്നു എങ്കിലും ലോക്സഭാ പ്രൊസീജിയർ അനുസരിച്ചായിരിക്കും ജോയിൻറ്റ് സിറ്റിംഗ് ജോയിൻറ്റ് സിറ്റിംഗ് ഈസ് ഗവേൺഡ് ബൈ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഓഫ് ലോക്സഭ ആൻഡ് നോട്ട് ഓഫ് രാജ്യസഭ. ഇതൊക്കെ പോയിന്റുകൾ മനസ്സിലുണ്ടാകേണ്ടതാണ്.
എ മണി ബിൽ ഓർ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബിൽ കനോട്ട് ബി പാസ്ഡ് ഇൻ ജോയിൻറ്റ് സിറ്റിംഗ്. നമ്മൾ പഠിച്ചതാണ്. മണി ബില്ലിൻ്റെ കാര്യത്തിൽ, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ബില്ലിൻ്റെ കാര്യത്തിൽ ഒരിക്കലും ജോയിൻറ്റ് സിറ്റിംഗ് ബാധകമേ അല്ല. കാരണം എന്താണ്? മണി ബില്ല് ലോക്സഭ പാസ്സാക്കിയാൽ മതി, പിന്നെ എന്തിനും ജോയിൻറ്റ് സിറ്റിംഗ്. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ലാണെങ്കിലോ ഓരോ സഭയും 2/3 മെജോറിറ്റിയിൽ പാസ്സാക്കണം, സ്പെഷ്യൽ മെജോറിറ്റിയിൽ, പിന്നെ എങ്ങനെ ജോയിൻറ്റ് സിറ്റിംഗ് വിളിക്കും? രാജ്യസഭ ആദ്യം അവതരിപ്പിച്ചു, 2/3 മെജോറിറ്റിയിൽ പാസ്സാക്കി. ലോകസഭയിൽ വന്നപ്പോൾ 2/3 മെജോറിറ്റി ഇല്ലെങ്കിൽ ആ ബില്ല് പാസ്സാവില്ല. അവിടെ പിന്നെ ജോയിൻറ്റ് സിറ്റിംഗ് ഒന്നും വിളിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ രണ്ട് ബില്ലുകളുടെ കാര്യത്തിലാണ് ജോയിൻറ്റ് സിറ്റിംഗ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഇൻ ദി കേസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ല് ആൻഡ് മണി ബില്ല്. അപ്പോൾ ജോയിൻറ്റ് സിറ്റിംഗ് ഈസ് ആപ്ലിക്കബിൾ ഇൻ ദി കേസ് ഓഫ് ഓർഡിനറി ബിൽ ആൻഡ് ഫിനാൻഷ്യൽ ബില്ല്. ആ രണ്ട് ബില്ലിൻ്റെ കാര്യത്തിൽ ജോയിൻറ്റ് സിറ്റിംഗ് ആപ്ലിക്കബിൾ ആണ്. ഈ രണ്ട് ബില്ലിൻ്റെ കാര്യത്തിൽ ആപ്ലിക്കബിൾ അല്ല. ദർ ഈസ് നോ പ്രൊവിഷൻ ഫോർ ജോയിൻറ്റ് സിറ്റിംഗ് ടു റിസോൾവ് ഡെഡ്ലോക്ക് ബിറ്റ്വീൻ 2 ഹൗസസ് ഓഫ് ദി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. സംസ്ഥാന നിയമസഭയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇവിടെ ചില സംസ്ഥാനങ്ങളിൽ ബൈക്യാമറലിസം ഉണ്ടല്ലോ, ലെജിസ്ലേറ്റീവ് കൗൺസിൽ, ലെജിസ്ലേറ്റീവ് അസംബ്ലി. അവിടെ ഏതെങ്കിലും ബില്ല് പാസ്സാക്കുന്നതിൽ ഇങ്ങനെ ക്ലാഷ് ഉണ്ടെങ്കിൽ ഒരിക്കലും ജോയിൻറ്റ് സിറ്റിംഗ് വിളിക്കാൻ പറ്റില്ല. അപ്പോൾ ജോയിൻറ്റ് സിറ്റിംഗ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഇൻ പാർലമെൻറ്റ്, നോട്ട് ഇൻ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്നർത്ഥം. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചോളുക. ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇമ്പോർട്ടൻറ്റ് ജോയിൻറ്റ് സിറ്റിംഗ് ഇൻ ദി പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ പാർലമെൻറ്റിൽ നടന്ന 3 പ്രധാനപ്പെട്ട ജോയിൻറ്റ് സിറ്റിങ്ങുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, 1961 ആദ്യത്തെ ജോയിൻറ്റ് സിറ്റിംഗ് നടന്നത്. അവിടെ പാസ്സാക്കിയ ബില്ല് ഏതാണെന്ന് അറിയുമോ? ഡവറി പ്രൊഹിബിഷൻ ബില്ല്, സ്ത്രീധന നിരോധന നിയമം. 1961 സ്ത്രീധന നിരോധന നിയമമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ജോയിൻറ്റ് സിറ്റിങ്ങിലൂടെ പാസ്സാക്കിയ ബില്ല്. സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റകരമാണ് എന്ന ഒരു പ്രധാനപ്പെട്ട നിയമം അല്ലേ? അതുകൊണ്ടാണ് ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞത്, അതുകൊണ്ടാണ് 1961 ശേഷം ആരും സ്ത്രീധനം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യാത്തത് അല്ലേ? അപ്പോൾ നോക്കാം. അപ്പോൾ 61 നിയമമുണ്ട് കേട്ടോ. അപ്പോൾ ഡവറി പ്രൊഹിബിഷൻ ബില്ല് പാസ്സാക്കിയത് 1961. അടുത്ത് നോക്കൂ, രണ്ടാമത്തെ ജോയിൻറ്റ് സിറ്റിംഗ് 1978 ബാങ്കിങ് സർവീസ് കമ്മീഷൻ റിപ്പീൽ ബില്ലെന്നോ ബാങ്കിങ് സർവീസ് കമ്മീഷൻ അമെൻമെൻറ്റ് ബില്ലെന്നോ പറയാം. 1978 രണ്ടാം സംയുക്ത സമ്മേളനത്തിലൂടെ പാസ്സാക്കിയത്. മൂന്നാമത്തത് 2002 2002 അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയൊക്കെയായിരുന്ന സമയത്ത് BJP സർക്കാരിൻ്റെ കാലത്താണ് പോട്ട ബില്ല് പാസ്സാക്കിയത്. എന്താ പോട്ട? ഫുൾ ഫോം എന്താണ്? പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട്. അതായത് നമ്മുടെ ഭീകര പ്രവർത്തകരെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബില്ല്. ഇതൊന്നും നിലനിന്നിട്ടില്ല കേട്ടോ. പിന്നീട് വന്ന സർക്കാരൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞു. കാരണം ഇത് പിന്നെ രാഷ്ട്രീയപരമായിട്ടൊക്കെ ഉള്ള ദുരുപയോഗമൊക്കെ വന്നു കഴിഞ്ഞു. BJP സർക്കാരിലെ കൊണ്ടുവന്നത്. അപ്പം പരാതി വന്നു, BJP-കാരല്ലാത്ത എല്ലാവരെയും പോട്ട നിയമപ്രകാരം പിടിച്ച് അകത്തിടുന്നു എന്നൊക്കെ പരാതികൾ വന്നു. അപ്പോൾ എന്തായാലും ശരി, പോട്ട ബില്ല് നിങ്ങൾ ഓർക്കണം. പോട്ടയുടെ ഫുൾ ഫോം പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട്. അപ്പോൾ 3 പ്രധാനപ്പെട്ട ജോയിൻറ്റ് സിറ്റിങ്ങുകളെ കുറിച്ച് കൂടി നിങ്ങൾ ഓർക്കുക. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ പാർലമെൻ്ററി ബില്ലും അതിനോടനുബന്ധിച്ച് ഒരു ജോയിൻറ്റ് സിറ്റിംഗ് എന്ന് പറഞ്ഞൊരു കുഞ്ഞു ടോപ്പിക്കും കൂടി നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. വളരെ പ്രധാനപ്പെട്ട ഏരിയ ആണ്. പാർലമെൻറ്റ് നേരത്തെ പഠിപ്പിച്ചപ്പോൾ നമുക്ക് ഇതൊന്നും അതിനോടൊപ്പം ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഇതൊന്നും പറയാതെ പോകാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അഡീഷണലായിട്ട് ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസ്കസ് ചെയ്തത്. നന്നായി പഠിക്കുക. ഒരുപാട് ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് പോകുക. എല്ലാവർക്കും വലിയ വിജയങ്ങളുണ്ടാകട്ടെ. അതിന് സഹകാരി റൈസ് പ്ലസിൻ്റെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ടോപ്പിക്കിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉടൻ തന്നെ നമുക്ക് നടത്താം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് ഞങ്ങളുടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.